അറക്കൽ ബീവി മെഗാപാർട്ട്. രചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. നിക്കാഹ് കഴിക്കാതെ ആണോ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു നിൽക്കുന്നത്? നാണമില്ലേ ആ പെണ്ണിന്? ചില പെണ്ണുങ്ങൾ പറഞ്ഞു. ചിലർ അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ സനു തന്നെ ഇടപെട്ടു. എൻ്റെ ഉമ്മിക്ക് നാണമില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇന്നിങ്ങോട്ട് വന്നത്. ഞാൻ ഇത്രയും കാലം ഒരു ഉമ്മയില്ലാതെയാണ് വളർന്നതെന്ന് നിങ്ങൾക്കറിയാലോ. എൻ്റെ നിക്കാഹിനെങ്കിലും ഒരു ഉമ്മാൻ്റെ സ്നേഹം എനിക്ക് വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും കാരണമറിയാതെ എൻ്റെ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ റാബിയയെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് നടന്നു. ആ പെണ്ണിൻ്റെ ഒരു അഹങ്കാരം കണ്ടോ? നമ്മൾ വേറെ എന്തേലും ഉദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞതാണോ? നാട്ടുനടപ്പല്ല എന്നല്ലേ പറഞ്ഞത്? അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും, ഒരു വയസ്സായ മുതുക്കി പറഞ്ഞു. അതിന് സപ്പോർട്ട് ചെയ്ത് മറ്റൊരുത്തി അതിന് മറുപടിയും പറഞ്ഞു. അതെ അതെ, അല്ലേലും ഈ വയസ്സാങ്കാലത്താണ് ഓന് പെണ്ണ് കെട്ടാൻ തോന്നിയത്. ഇത്രയും കാലം ആ കൊച്ചിനെ സ്വന്തം നോക്കി വളർത്തിയതല്ലേ. അപ്പോഴൊന്നും കെട്ടാതെ ഇപ്പോൾ എന്തിനാണാവോ ഒരു കല്യാണം? അവർ പരസ്പരം വീണ്ടും വീണ്ടും കഥകൾ മെനഞ്ഞുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് വരെ അവരത് തുടർന്നു. രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞുപോയി. ഫൗസിയും വീട്ടുകാരുടെ കൂടെ പോയി. അവസാനം റാബിയയും ഷഹബാസും മാത്രം അവിടെ ബാക്കിയായി. ഉമ്മി ഇന്നിവിടെ നിൽക്കൂ പ്ലീസ്, ഇന്നൊരു ദിവസം മാത്രം. നാളെ രാവിലെ അങ്ങോട്ട് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ പോരെ? ഇവിടെ അടുത്തല്ലേ ഉമ്മി, പ്ലീസ്, റാബിയയോട് സനു കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവർക്ക് അവളോട് പാപം തോന്നി. അവർ ഷഹബാസിനെ ഒന്ന് നോക്കി. എന്നാൽ ഞാൻ എവിടെ നിൽക്കട്ടെ മോനെ, നീ രാവിലെ എന്നെ കൂട്ടാൻ വന്നാൽ മതി. ശരി കുഞ്ഞുമ്മ, നീയും ഇവിടെ നിൽക്കടാ. നാളെ രാവിലെ ചായ കുടിച്ച് അങ്ങോട്ട് പോകാം, എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നാൽ പോരെ? സമദ് ഷഹബാസിനെ നിർബന്ധിച്ചു. അങ്ങനെ അവർ രണ്ടും അവിടെ തങ്ങാൻ തീരുമാനിച്ചു. ഗസ്റ്റ് റൂം ഷഹബാസിന് കൊടുത്തുകൊണ്ട് റാബിയയും കുട്ടി സനു അവളുടെ മുറിയിലേക്ക് പോയി. മേൽ കഴുകിയിടാൻ സനുവിൻ്റെ ഒരു നൈറ്റ് വെയർ എടുത്തു റാബിയ ബാത്റൂമിൽ കയറി. ആ ഡ്രസ്സിൽ റാബിയയെ വയസ്സ് 37 കഴിഞ്ഞിട്ടും ആകാരപടി ഒട്ടും കുറയാത്ത ഒരു 20-കാരിയെ തോന്നിപ്പിച്ചു. എൻ്റെ ഉമ്മി, എന്ത് രസമാണ് നിങ്ങളെ കാണാൻ. നേരത്തെ ഞാൻ കണ്ടില്ലല്ലോ നിങ്ങളെ പിടിച്ചു കെട്ടിക്കാൻ. ഇതിപ്പോൾ ഞാനാണോ നിങ്ങളെക്കാൾ മൂത്തത് എന്ന് തോന്നിപ്പോവാ, സനു കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് റാബിയെ കെട്ടിപ്പിടിച്ചു. പോടി, കളിയാക്കാതെ. എന്തായാലും ഓ ഡ്രസ്സ് മതിയല്ലോ നമുക്ക് മാറ്റി മാറ്റി ഇടാൻ, അല്ലേ? അതെ അതെ, ഉപ്പാക്ക് ലാഭമായി. അതും പറഞ്ഞവർ രണ്ടുപേരും ചിരിച്ചു. രാവേറെയാവോളം അവർ കിടന്നുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അന്നെന്തോ സനുവിനെ തേടി സ്വപ്നങ്ങളൊന്നും വന്നില്ല. അതിനാൽ അവൾ ശാന്തമായി ഉറങ്ങി. അറക്കൽ തറവാട്ടിൽ. ഹസി, ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ കൂട്ടുകാരൻ അബ്ദുറഹ്മാനെക്കുറിച്ച്? അവൻ്റെ മോനെ നിക്കാഹാണ് നാളെ. എന്തായാലും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് നിക്കാഹ്. പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ്. നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന ഭാര്യയോട് അലി അക്ബർ ഓർമ്മിപ്പിച്ചു. ആഹാ, എന്നാ പോയിക്കാളി. എവിടേക്കാണ് എത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ, ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അങ്ങ് മലപ്പുറമാണ് ഓരോ വീട്. അപ്പോൾ നാളെ നേരത്തെ ഇറങ്ങണ്ടേ? കുറച്ച് ദൂരമില്ലേ? അതെ, രാവിലെ 7 മണിക്ക് തന്നെ ഇറങ്ങണം. ആ ഓക്കെ, എന്നാ പിന്നെ വേഗം ഉറങ്ങിക്കോളി, ഹസീന അലിയോട് പറഞ്ഞു. താൻ പലയിടത്തും തേടി നടക്കുന്ന തൻ്റെ മോനെ പടച്ചോൻ നാളെ തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നു എന്നതറിയാതെ അയാൾ അന്നത്തേക്ക് നിദ്രയെ പുൽകാൻ കാത്തുകിടന്നു. പുലർച്ചെ എന്നും എഴുന്നേൽക്കുന്ന സമയം കൃത്യമായി സനുവും റാബിയയും എഴുന്നേറ്റു. തഹജ്ജുദ് നിസ്കരിച്ച് സനു ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്ന ഈ ദിവസത്തിൽ തനിക്ക് ഹൈറായതിനെ തരാൻ അവൾ കരഞ്ഞു കേണുകൊണ്ടിരുന്നു. തന്നോട് കളിച്ചും ചിരിച്ചും നടക്കുന്ന കിലുക്കാമ്പെട്ടിയുടെ ഉള്ളിൽ ഒരു സാഗരം തന്നെ ഇരമ്പുന്നത് റാബിയ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ നന്മയ്ക്കായി അവരും ഒരുപാട് നേരം പ്രാർത്ഥനയിൽ മുഴുകി. സുബഹി നിസ്കാരം കഴിഞ്ഞു. വേഗം എഴുന്നേറ്റ് ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. 7 മണി ആഴപ്പോഴേക്കും തീൻമേശയിൽ ചൂട് ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും നിരന്നു. അവസാന നോട്ടമെന്ന പോലെ എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തി ഷഹബാസും സമദും അകത്തേക്ക് കയറി. അവർ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു. പെണ്ണുങ്ങളും കഴിച്ചു. വേഗം രണ്ടുപേരും കൂടി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തു. മുറികളും ഒന്ന് വേഗത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കി. ഷഹബാസ് വീട്ടിൽ പോയി ഡ്രസ്സ് എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞതിനാൽ റാബിയ പോയിരുന്നില്ല. സനുവിനെ കുളിക്കാൻ വിട്ടുകൊണ്ട് അവൾ എല്ലായിടത്തും വൃത്തിയാണോ എന്ന് ഒരു തവണ കൂടി ഉറപ്പുവരുത്തി. സ്വന്തം വീട് പോലെ, സ്വന്തം മോളുടെ നിക്കാഹിൻ്റെ പരിപാടി പോലെ എല്ലാം ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്ന റാബിയെ കണ്ട് സമദിന് വല്ലാത്തൊരാശ്വാസം തോന്നി. സനുവിന് പിന്നാലെ റാബിയയും കുളിച്ചിറങ്ങി.
സനുവിനെ ഒരുങ്ങാൻ സഹായിച്ചു. വൈറ്റ് ഗൗൺ ധരിച്ചു അതിൻ്റെ സെയിം കളർ ഷാൾ നന്നായി റോൾ ചെയ്തു. ഗൗണിൻ്റെ നീളവും ഭംഗിയുള്ള ഷാൾ അതിൻ്റെ മുകളിലിട്ടുകൊണ്ട് പിൻ ചെയ്തു. അവൾക്ക് ധരിക്കാൻ വാങ്ങിയ വലിയ മാല കൂടി റാബിയ അവളുടെ കഴുത്തിൽ അണിഞ്ഞുകൊടുത്തു. കണ്ണിൽ സുറുമയും കൂടിയിട്ട് സനു തൻ്റെ ഒരുക്കം പൂർത്തിയാക്കി. മേക്കപ്പ് ചെയ്യുന്നത് പണ്ടേ അവൾക്കിഷ്ടമല്ല. പൗഡർ പോലും അവൾ മുഖത്തിടാറില്ല. മേക്കപ്പ് ചെയ്തില്ലെങ്കിലും അവളുടെ മുഖം തിളങ്ങുന്നുണ്ട്. സുറുമയിട്ട കലമാൻ മിഴികൾ അവളുടെ ഹൈലൈറ്റ് തന്നെയാണ്. ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴി കൂടി ചേരുമ്പോൾ അവൾ എല്ലാവരും ഒന്ന് നോക്കിപ്പോകുന്ന സുന്ദരി തന്നെ. മുഖം മറച്ചിട്ട് പോലും കോളേജിൽ അവൾക്ക് പിന്നാലെ ഒരുപാട് ചെക്കന്മാർ നടക്കാറുണ്ട്. അവളുടെ മിഴികൾ മാത്രം കണ്ട് അതിൻ്റെ ആഴങ്ങളിൽ മുങ്ങി നിവരാൻ കൊതിച്ചുകൊണ്ട്. എൻ്റെ മോള് സുന്ദരിയാണല്ലോ, റാബിയ സനുവിൻ്റെ കവിളിൽ മുത്തം നൽകിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാണത്തിൻ്റെ കടും ചുവപ്പോടെ അവളുടെ കവിളിലെ നുണക്കുഴി തെളിഞ്ഞു നിന്നു. അവളെയും കൊണ്ട് റാബിയ താഴേക്കിറങ്ങിച്ചെന്നപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് സ്വീകരണ മുറിയിൽ സമതുണ്ടായിരുന്നു. മണവാട്ടിയായി ചമഞ്ഞൊരുങ്ങിയ മോളെ കണ്ട് സമതിൻ്റെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു. അവൾ സമതിൻ്റെ അടുത്തേക്ക് ചെന്ന് അയാളുടെ മാറിലേക്ക് ചാഞ്ഞു. അവളുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. ഇനിയും ഇങ്ങനെ നിന്നാൽ ഉപ്പ കരഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ സനു വേഗം മാറി നിന്നു. ഉപ്പ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഊരക്ക് കൈകുത്തിക്കൊണ്ട് സമതിനെ നോക്കി പിരികം പൊക്കിക്കൊണ്ട് സനു ചോദിച്ചു. പാടത്ത് വെക്കാൻ പറ്റിയ കോലം, സമതി ഇടം കണ്ടിട്ടുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് സനുവിൻ്റെ കവിളുകൾ വീർത്തു. പോപ്പ, എൻ്റെ ഉമ്മി പറഞ്ഞല്ലോ ഞാൻ സുന്ദരിയായെന്ന്. അവളുടെ കവിളിൽ കുത്തിക്കൊണ്ട് സമതി ചിരിയോടെ പറഞ്ഞു. എൻ്റെ മോള് സുന്ദരിയാണെന്ന് ഉപ്പ പറയാതെ തന്നെ നിനക്കറിയില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, ഈ കവിളൊന്ന് വീർക്കുന്നത് കാണാൻ വേണ്ടി. ഇന്നു മുതൽ ഉപ്പാൻ്റെ മോളൊരു ഭാര്യ കൂടിയല്ലേ, വലിയ പെണ്ണാകും, ഉത്തരവാദിത്തം കൂടും. ചിരിയോടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം അയാൾക്ക് ചങ്കിടറിപ്പോയി. അയ്യേ, എന്നാ പിന്നെ ഓരോട് വിളിച്ചു പറയാം വരണ്ടാന്ന് സനു കുറുമ്പോടെ പറഞ്ഞു. പോടി. അയാൾ പറഞ്ഞു തീരും മുമ്പ് ഷഹബാസ് അങ്ങോട്ട് ഓടി വന്നു. സാർ, ഉസ്താദും കാലിയും എത്തിയെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വരീ. സമതിൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നു തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാണെന്ന് ഓർക്കവേ സമതിന് ശരീരം തളരുന്നതുപോലെ തോന്നി. ഉസ്താദും വലിയ കാലിയും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സമതും ഷഹബാസും വേഗത്തിൽ അങ്ങോട്ടെത്തി. അവരെ കൈപിടിച്ചുകൊണ്ട് അവിടെ അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയ സീറ്റിലിരുത്തി. അവർക്ക് കുടിക്കാൻ വേണ്ടി ഇളനീർ ജ്യൂസും നൽകി. നിക്കാഹ് 11 മണിക്കായതിനാൽ ആളുകൾ 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ എത്തിത്തുടങ്ങിയിരുന്നു. ഫൗസിയും കുടുംബവും നേരത്തെ തന്നെ എത്തി. എടി, നിന്റെ ഉപ്പാൻ്റെ PA ഇല്ലേ, നിന്റെ കുഞ്ഞുമ്മാൻ്റെ മോൻ? അവനെ കാണാൻ എന്ത് രസാ അല്ലേ? ഞാനൊന്ന് ട്രൈ ചെയ്താലോ? വീഴുമോ? അടുത്തു നിൽക്കുന്ന റാബിയ കേൾക്കാതെ സനുവിൻ്റെ ചെവിയിൽ ഫൗസി ചോദിച്ചു. അത് കേട്ടപ്പോൾ തമാശയാണെങ്കിലും സനുവിൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി. നിക്കാഹ് നടക്കുന്നത് ഷെഫീഖിനോടൊപ്പമാണെങ്കിലും അവളുടെ ഉള്ളിലിപ്പോഴും അറക്കൽ അമനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അറക്കൽ അമൻ്റെ മുഖം അവൾ ഷഹബാസിനോട് ഉപമിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഷഹബാസിനെ വായി നോക്കിയാൽ അവൾക്ക് സങ്കടം വരില്ലേ? പക്ഷേ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒന്ന് ചിരിച്ചു കാണിച്ച് ഫൗസി വെറുതെ ഓരോ മനക്കോട്ട കെട്ടിത്തുടങ്ങി. പക്ഷേ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒന്ന് ചിരിച്ചു കാണിച്ചു. ഫൗസി വെറുതെ ഓരോ മനക്കോട്ട കെട്ടിത്തുടങ്ങി. അതൊന്നും അവൾ പുറത്തു പറഞ്ഞില്ല. അതുകൊണ്ടവൾ തൽക്കാലം രക്ഷപ്പെട്ടു. വെൽക്കം ഡ്രിങ്കായി ഇളനീർ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും മാംഗോ ജ്യൂസും ഗ്രേപ്പ് ജ്യൂസുമുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കുടിക്കാം. അപ്പോൾ അടിച്ചു കൊടുക്കുന്ന ഫ്രഷ് ജ്യൂസാണ്. സമതിൻ്റെ കൂടെ എന്തിനും ഏതിനും സഹായിയായി ഷഹബാസ് കട്ടക്ക് തന്നെയുണ്ട്. മോനെ, മണവാളനെ സ്വീകരിക്കാൻ ഒരു ബൊക്ക കൊടുക്കണ്ടേ? അത് നീ കൊടുക്കുമോ? സഹോദരങ്ങളല്ലേ അത് ചെയ്യേണ്ടത്. അവൾക്ക് സഹോദരനില്ലല്ലോ. അത് കേട്ട് ചിരിയോടെ ഷഹബാസ് സമ്മതിച്ചു. അതൊക്കെ സെറ്റാണ് സാർ, ഞാൻ കൊടുത്തോളാം. അതൊന്നും ഓർത്ത് സാർ വെറിയാവണ്ട. അവരവിടുന്ന് പുറപ്പെട്ടു എന്ന് വിളിച്ചിരുന്നു മോനെ. ഇപ്പോൾ അവരിങ്ങെത്തും. ആണോ? അത് കേട്ടതും ഷഹബാസ് വേഗം പോയി കാറിൽ സെറ്റാക്കി വെച്ച ബൊക്ക എടുത്തുകൊണ്ട് വന്നു. അവൻ സനു സമ്മാനിച്ച വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ഡെനിം ജീൻസുമാണ് ധരിച്ചത്. ആളുകളൊക്കെ സമതിൻ്റെ കൂടെയുള്ള അവനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുറുചുറുക്കും ഭംഗിയും ഏവരെയും അവനിലേക്ക് ആകർഷിക്കുന്നുണ്ട്. സമയം 10:45. വരനും കൂട്ടരും എത്തി. വീടിന് മുൻപിൽ ബെൻസ് കാറിൽ വന്നിറങ്ങിയ ഷെഫീഖിന് ഷഹബാസ് ചിരിയോടെ ബൊക്ക കൈമാറി. പക്ഷേ ഷഹബാസിനെ കണ്ടപ്പോൾ തന്നെ അതുവരെ ചിരിച്ച മുഖവുമായി നിന്ന ഷെഫീഖിൻ്റെ മുഖം പെട്ടെന്ന് മാറി. കാർമേഘം വന്ന് മൂടിയതുപോലെ ഇരുണ്ടു. ഇതന്നാ ഷോപ്പിൽ കണ്ട ചെറുക്കനല്ലേ? ഇവൻ എന്താ ഇവിടെ? ഇവൾക്ക് ആങ്ങളെയോ മറ്റുമൊന്നുമില്ലല്ലോ. പിന്നെ അതാരായിരിക്കും? ഷെഫീഖ് ആലോചനയോടെ നിന്നു. തന്നെ കണ്ടപ്പോൾ മണവാളൻ്റെ മുഖം മാറിയത് എന്തിനാണെന്ന് ഷഹബാസിന് ഒട്ടും മനസ്സിലായില്ല. എങ്കിലും അവനത് മൈൻഡ് ചെയ്യാതെ മറ്റുള്ളവരെ പന്തലിലേക്ക് ക്ഷണിക്കാനും ഇരുത്താനും വേണ്ടി പോയി. കോട്ടും സൂട്ടും ഇട്ട കാറ്ററിങ്ങിലെ പിള്ളേര് കൂടി എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുത്തു തുടങ്ങി.
അങ്ങനെ ക്ഷണിച്ച ഏകദേശം എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നിലെ വരിയിലിരുന്ന് അലി അക്ബർ മുന്നിലേക്ക് വന്ന സമദിനെ കണ്ട് ഒന്ന് ഞെട്ടി. അയാൾ തന്നെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ എന്നുള്ള ഭയത്താൽ അയാൾ മറഞ്ഞു നിന്നു. റാഹിലയുടെ സഹോദരൻ സ്ഥാനത്താണല്ലോ അന്ന് സമദ് നിന്നത്. പിന്നീട് അവരെ തിരിഞ്ഞു നോക്കാത്തതിനാൽ അമർഷം എന്തായാലും അയാളിൽ ഉണ്ടാവുമെന്ന് അലിക്ക് തോന്നി. സ്റ്റേജിൽ നിക്കാഹിനുള്ള ഭംഗിയിൽ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. വന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലരും ഇവിടെയുള്ള പ്രമുഖരും എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് നടന്നു. ഷഫീഖ് ബ്ലാക്ക് ഷെർവാണി ധരിച്ച് സുന്ദരനായിരുന്നു. പക്ഷേ മുഖം തീരെ പ്രസന്നമായിരുന്നില്ല. അയാൾക്ക് ചുറ്റും പല നെഗറ്റിവിറ്റി തോട്ട്സ് കറങ്ങുന്നുണ്ടായിരുന്നു. അത് മുഖത്ത് തെളിഞ്ഞു കാണുന്നുമുണ്ട്. കാർമ്മികത്വം ചെയ്യേണ്ട ആളുടെ സീറ്റിൽ ഉസ്താദ് വന്നുകൊണ്ടിരുന്നു. ഷഫീഖ് ഇരിക്കേണ്ട സീറ്റിന് മറുവശം കാദിയും വന്നിരുന്നു. അത് കണ്ട് സീറ്റിലേക്കിരിക്കാൻ പോയ ഷഫീഖിൻ്റെ പുരികം ഒന്ന് ചൊളിഞ്ഞു. അപ്പുറത്ത് മാറി നിൽക്കുന്ന സമദിൽ അവൻ്റെ കണ്ണുകൾ പോയി പതിഞ്ഞു. വരൻ സീറ്റിലിരിക്കൂ, നമുക്ക് നിക്കാഹ് തുടങ്ങാം, സമയമായല്ലോ, ഉസ്താദ് പറഞ്ഞു. ഷഫീഖ് സംശയത്തോടെ വീണ്ടും സമദിനെയും അവൻ്റെ ഉപ്പ അബ്ദുൾ റഹിമാനെയും നോക്കി. മോനെ ഇരിക്കി, അബ്ദുറഹിമാൻ ഷഫീഖിനോട് പറഞ്ഞു. ഇതെന്താ കാദി നിക്കാഹ് ചെയ്യാനിരിക്കുന്നത്? ഇയാളുടെ മകളെയല്ലേ ഞാനിന്ന് നിക്കാഹ് ചെയ്യുന്നത്? എന്നിട്ട് ആ കസേരയിൽ അയാൾ ഇരിക്കുന്നില്ലല്ലോ, അതെന്താ ഉപ്പ അങ്ങനെ? ഷഫീഖ് സമദിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അബ്ദുറഹ്മാനോട് തിരിച്ചു ചോദിച്ചു. അയാൾ അത് കേട്ട് ആദ്യമൊന്ന് പരുങ്ങി. മോനെ, നീ ഒന്ന് സമാധാനപ്പെടും, നീ ഒന്ന് ആ കസേരയിലിരുന്ന് നിക്കാഹ് കഴിക്കും, എന്നിട്ടെല്ലാം ഞാൻ പറയാം. അതെന്താ ഇപ്പോൾ പറഞ്ഞാൽ? കാദി നിക്കാഹ് കഴിക്കാൻ അവൾ ഇയാളുടെ മകളല്ലേ? എല്ലാവരും കേൾക്കെ ഷഫീഖ് ഉച്ചത്തിൽ പറഞ്ഞു. അത് കേട്ട് സദസ്സിലുള്ളവർ അടക്കം എല്ലാവരും ഞെട്ടി. അല്ലാതെ സമദ് നിക്കാഹിനിരിക്കാത്തതൊന്നും അങ്ങനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അബ്ദുൾ റഹിമാൻ ഷഫീഖിൻ്റെ ചെവിയിൽ പറഞ്ഞു. നീ പ്രശ്നമുണ്ടാക്കരുത്, ഇങ്ങനെ ഒച്ചയിട്ട് ഇവിടെ ലഹളയുണ്ടാക്കരുത്. അയാൾ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു സനൂബിയ അയാളുടെ മകളല്ല എന്ന്. ഞാൻ നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അയാൾ നല്ലൊരു എമൗണ്ട് നമുക്ക് ഡൗറി തരില്ലേ? നമുക്കത് പോരെ? അയാൾ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തറവാട്ടുകാർക്ക് പറഞ്ഞ പണിയാണോ ഇത്? ആരുടെ മകളാണെന്ന് പോലും അറിയാത്ത ഒരു കൊച്ചിനെ എടുത്തു വളർത്തിയിട്ട് അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. ഷഫീഖ് വീണ്ടും വിഷം തുപ്പി. അത് കേട്ട് സമദ് തളർന്നു. അയാളുടെ അവസ്ഥ കണ്ട് ഷഹബാസ് വേഗം അയാളുടെ അടുത്തേക്ക് നീങ്ങി. മുൻപ് ഡോക്ടർ പറഞ്ഞത് അവൻ ഓർത്തു. കൂടുതൽ ടെൻഷൻ വന്നാൽ ഇനിയും അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഷഫീഖിൻ്റെ സംസാരം കേട്ട് അവന് കൈ തരിക്കുന്നുണ്ടായിരുന്നു. ഹേയ് മിസ്റ്റർ, എന്താണ് ഇവിടെ നടക്കുന്നത്? നിക്കാഹ് നടത്താൻ വേണ്ടി കുറേ നേരമായി ഞങ്ങളിവിടെ ഇരിക്കുന്നു. എന്താണ് നിങ്ങൾ തമ്മിൽ പറയുന്നത്? ഖാദി അബ്ദുറഹ്മാനോട് ചോദിച്ചു. ഉസ്താദ് ക്ഷമിക്കണം, ഞാൻ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ, ഒരു 5 മിനിറ്റ് കൂടി, അബ്ദുറഹ്മാൻ ഖാദിയോട് കെഞ്ചും പോലെ പറഞ്ഞു. മോനെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. അയാൾ നമ്മൾ പെണ്ണ് കാണാൻ വന്ന സമയത്ത് തന്നെ എന്നോട് ആ കാര്യം പറഞ്ഞിരുന്നു. നിനക്ക് സമ്മതമാണെന്ന് ഞാൻ തന്നെയാണ് അയാളോട് പറഞ്ഞത്. നീ പ്രശ്നമുണ്ടാക്കരുത്, ഇവിടെ ഈ വലിയ സദസ്സിന് മുമ്പിൽ എന്നെ നാണം കെടുത്തരുത്. അയാൾ ശബ്ദം കുറച്ചുകൊണ്ട് ഷഫീഖിനോട് അപേക്ഷിച്ചു. പക്ഷേ ഷഫീഖ് അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് കണ്ണ് കാണാത്ത അവസ്ഥയിലേക്ക് മാറിയിരുന്നു. നിങ്ങൾക്ക് ഭ്രാന്താണോ ഉപ്പ? ഇത്രയും ചെറുപ്പക്കാരനായ അയാൾക്ക് ഇത്ര വലിയ മോൾ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാണ്. പിന്നീടൊരു കല്യാണം പോലും അയാൾക്ക് കഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള അയാളുടെ കൂടെ ജീവിച്ച ഇവളെ എനിക്ക് വേണ്ട. അയാൾ ഇവളെ മറ്റൊരു രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെന്ന് ആർക്കുറപ്പ് പറയാൻ പറ്റും? ഷഫീഖ് വിളിച്ചു പറഞ്ഞത് കേട്ട് സമദിനെ ആ സദസ്സിന് മുൻപിൽ താൻ വിവസ്ത്രനായതുപോലെ തോന്നി. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് വളർത്തിയത്. സംശയമുണ്ടെങ്കിൽ അവളോട് ചോദിക്കൂ എന്നയാളുടെ ഉള്ളം കരഞ്ഞുകൊണ്ടിരുന്നു. അയാൾ ശരീരം കുഴഞ്ഞ് അവിടെ വീഴാൻ പോയി. അടുത്തു നിന്ന ഷഹബാസ് വേഗം താങ്ങിപ്പിടിച്ചു. സദസ്സിലുള്ളവർ അടക്കം പറഞ്ഞു തുടങ്ങി. കസേര തട്ടിയെറിഞ്ഞ് ഷഫീഖ് ദേഷ്യത്തോടെ സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയി. ഷഹബാസിന് ഇതൊക്കെ കണ്ടും കേട്ടും ഷഫീഖിനെ 2 പൊട്ടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. കണ്ണുകൾ മറിഞ്ഞ് സമദ് വീണ്ടും വീഴാൻ പോയപ്പോൾ ഷഹബാസ് വേഗം അയാളെ ചേർത്ത് പിടിച്ച് അവിടെയുള്ള കസേരയിലിരുത്തി. സാർ, സാർ എന്തു പറ്റി? സമദിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞുകൊണ്ട് ഷഹബാസ് വിളിച്ചു. അയാൾ പതുക്കെ കണ്ണു തുറന്നു. ഓർമ്മകളിലേക്ക് നിമിഷങ്ങൾക്ക് മുൻപ് അരങ്ങേറിയത് വന്നപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾക്ക് ശ്വാസം മുട്ടും പോലെ തോന്നിപ്പോയി. നെഞ്ചിലാകെ പടർന്നു കയറുന്ന വേദന. സാറിന് വെള്ളം വേണോ? അയാളുടെ ഇരിപ്പിൽ പന്തികേട് തോന്നിയ ഷഹബാസ് വെള്ളം എടുത്തുകൊണ്ട് ചോദിച്ചു. സമദ് കൈനീട്ടി വെള്ളം വാങ്ങി. കൂടി നിന്നവർക്കെല്ലാം അയാളുടെ അവസ്ഥയിൽ വിഷമം തോന്നി. അയാൾ വെള്ളം വേഗത്തിൽ കുടിച്ചു, ഒരുപാട് ദാഹമുള്ളതുപോലെ. സമദ്, മോളുടെ നിക്കാഹ് മുടങ്ങിയത് ദൈവനിശ്ചയം മാത്രമാണ്, അതിൽ വിഷമിക്കരുത്. ഇക്കൂട്ടത്തിൽ മോളെ നിക്കാഹ് ചെയ്യാൻ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നിക്കാഹ് ചെയ്യാം, ഖാദി സമദിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അയാൾക്കും ഉസ്താദിനും നാട്ടുകാർക്കും എല്ലാം സമദ് പ്രിയപ്പെട്ടവനാണ്. ആർക്കെന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ മുന്നിൽ തന്നെയുള്ള ആളാണ്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ അവർക്ക് സമദിനോട് സഹതാപം തോന്നി. ഖാദി പറഞ്ഞത് കേട്ട് സമദിൻ്റെ കണ്ണിൽ വീണ്ടും പ്രതീക്ഷ തിളങ്ങി.
അയാൾ സമ്മതമെന്നോണം തലയാട്ടി. അത് കണ്ട് കാളി സദസ്സിന് നേരെ തിരിഞ്ഞു. കുറച്ചു മുൻപ് ഇവിടെ നടക്കാനിരുന്ന നിക്കാഹ് മുടങ്ങിയതിൽ വല്ലാതെ ഖേദിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും സമദിന്റെ മകൾ സനൂബിയയെ വധുവാക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. കാളി ഉസ്താദിന്റെ ശബ്ദം മൈക്കിലൂടെ കേട്ട സനു റാബിയുടെ മടിയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. നിക്കാഹ് മുടങ്ങിയതിൽ അവൾക്ക് സന്തോഷം മാത്രമേയുള്ളൂ. പക്ഷേ ഉപ്പാന്റെ അവസ്ഥ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി. പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. അതുകൊണ്ട് വലിയ ഷോക്കുണ്ടായതുമില്ല. നിക്കാഹ് മുടങ്ങുന്നതും ഉപ്പാന്റെ മകളല്ല എന്നുള്ളതും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവൾ സ്വപ്നത്തിലൂടെ അറിഞ്ഞിരുന്നല്ലോ. പക്ഷേ ഉപ്പ അത്രയും ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പരിപാടി വിളിച്ചു ചേർത്തുകൊണ്ട് നടത്തിയിട്ട് നാണം കെട്ടതുപോലെ നിന്നത് മാത്രം അവൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ആ സംഭവങ്ങൾ സ്റ്റേജിൽ അരങ്ങേറുമ്പോൾ എല്ലാവരും തുറിച്ച കണ്ണുകളോടെ തന്നെ നോക്കുന്നത് അവൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് റാബിയുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി ഇരുന്നതാണ്. റാബിയ അവളെ മുടിയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. കാളിയുടെ ചോദ്യം കേട്ട് സദസ്സിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിറുപിറുത്തു. സമദിന്റെ മോളല്ല എന്നുള്ള കാരണത്താൽ അയാളുടെ കുടുംബത്തിലുള്ള 2 ചെക്കന്മാർ വിസമ്മതിച്ചു. സ്വത്തൊന്നും കിട്ടില്ല എന്ന് കരുതിയാണെന്ന് തോന്നുന്നു. സമയം മുന്നോട്ട് കടന്നുപോയി. കാളി വീണ്ടും ഒന്നുകൂടി സദസ്സിന് മുമ്പിൽ ഇക്കാര്യം അവതരിപ്പിച്ചു. ആരും മുന്നോട്ട് വന്നില്ല. ഷഹബാസിന് സമ്മതം പറയാൻ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മറ്റാരെങ്കിലും അർഹതപ്പെട്ടവർ മുന്നോട്ട് വന്നാലെന്ന് കരുതി അവൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. അവസാനം ആരുമില്ല എന്ന് കണ്ടപ്പോൾ, ഉസ്താദേ, ഞാൻ സനുവിനെ നിക്കാഹ് ചെയ്യാൻ തയ്യാറാണ്, അവളുടെ സമ്മതമുണ്ടെങ്കിൽ. ഷഹബാസിന്റെ ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. സനുവിന് അത് ആരുടെ ശബ്ദമാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും റാബിയുടെ ഹൃദയം ആ വാക്കുകൾ കേട്ട് നിറഞ്ഞു തുളുമ്പി. താൻ വളർത്തിയ തൻ്റെ പൊന്നുമോൻ തൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ ചെയ്തിരിക്കുന്നു. കാളി അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, തൻ്റെ അമ്മയുടെ പെണ്ണായി സനുവിനെ കിട്ടിയെങ്കിൽ എന്ന്. ആ ആഗ്രഹം ഇതാ പൂവണിയാൻ പോകുന്നു. അവർ സനുവിനെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലിൽ സനുവിന് ആളെ മനസ്സിലായി. അവൾക്ക് ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. ഷഹബാസിൻ്റെ വാക്കുകൾ കേട്ട് സമദ് ഓടി വന്നു, അവനെ കെട്ടിപ്പിടിച്ചു. അയാളുടെ കണ്ണുകൾ അപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അയാളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. സാർ, സനുവിനോട് എനിക്ക് സമ്മതം ചോദിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായപ്പോൾ ഞാൻ അവസരം മുതലാക്കി എന്ന് തോന്നാൻ പാടില്ല. അവൾക്ക് പൂർണ്ണമായ സമ്മതമുണ്ടെങ്കിൽ മാത്രം ഞാൻ അവളെ നിക്കാഹ് ചെയ്യാം. ശരി മോനെ. അയാൾ അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു. കാളിയും ഉസ്താദുമാരും സദസ്സിലുള്ളവരും വീണ്ടും ഇരിപ്പിടങ്ങളിലേക്ക് തന്നെ ഇരുന്നു. അകത്തെ ലിവിംഗ് റൂമിലിരുന്ന സനുവിൻ്റെയും റാബിയുടെയും അടുത്തേക്ക് അവർ രണ്ടും എത്തി. സനുവിൻ്റെ മുഖം കുറേ നേരം കരഞ്ഞതുകൊണ്ട് ആകെ ചുവന്നിരുന്നു. ഷഹബാസിന് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സങ്കടം തോന്നി. അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ ഈ വിവാഹത്തിന്? ഇത് മുടങ്ങിയപ്പോൾ അവൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും. താൻ നിക്കാഹ് ചെയ്താൽ അവൾ ഇഷ്ടപ്പെടുമോ? ഷഹബാസ് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ സത്യം അവൻ അറിയില്ലല്ലോ. സനു, നിശ്ചയിച്ച നിക്കാഹ് മുടങ്ങിയത് പടച്ചോൻ്റെ നിശ്ചയം കൊണ്ട് മാത്രമാണ്. നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം. പക്ഷേ എന്തു ചെയ്യാനാണ്? അതിന് പകരമായി ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. ഷഹബാസ് ചെറിയൊരു പതർച്ചയോടെ സനുവിനെ നോക്കി പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ സമദിനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ, അതിനുള്ളിലെ നെരിപ്പോട് കണ്ടപ്പോൾ സമദിൻ്റെ നെഞ്ച് ഒന്ന് പിടച്ചു. മോളുപ്പാനോട് ക്ഷമിക്കണം. നീ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറയാതിരുന്നത് നീ എന്നെ വെറുക്കുമെന്ന് കരുതിയാണ്. ജനിച്ചത് മുതൽ എന്നെ മാറിൻ ചൂടേറ്റ് വളർന്നവളാണ് നീ, എൻ്റെ പൊന്നുംകുടം. ആര് നീ എൻ്റെ മോളല്ല എന്ന് പറഞ്ഞാലും ഉപ്പ അത് സമ്മതിക്കില്ല. നിന്റെ ഉമ്മയെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ബന്ധം പുലർത്തിയിട്ടില്ല. അതുകൊണ്ട് നിന്നെ എനിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അത് മാത്രമാണ് ഇവിടെ പ്രശ്നമായത്. നീ എൻ്റെ മോള് തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് സമദ് പറയുന്നത് കേട്ട് സനുവിന് സങ്കടം കൂടി. അവൾ അയാളുടെ അടുത്തേക്ക് ചാഞ്ഞു. ഈ അവസരത്തിൽ മോളോട് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല. ഷഹബാസ് മോളെ നിക്കാഹ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. അതൊരിക്കലും അവസരം മുതലാക്കിയതല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നിക്കാഹ് നടത്താം. എന്താണ്, അതിന് നിനക്ക് സമ്മതമാണോ? അവളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഷഹബാസും റാബിയയും ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ മുഖത്താകെ പരിഭ്രമം നിറഞ്ഞിരിക്കുന്നു. അവൾ എന്താണ് പറയുക എന്നറിയില്ലല്ലോ. എനിക്ക് സമ്മതമാണുപ്പ, അവൾ തല താഴ്ത്തിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഷഹബാസിൻ്റെ മനസ്സൊന്ന് വേവുന്ന ചൂടിലേക്ക് മഞ്ഞുകണം വീണതുപോലെ തണുത്തു. സമദിനും റാബിയക്കും സന്തോഷമായി. കുഞ്ഞുമ്മ, ഞാൻ ഇവൾക്ക് എന്താണ് മഹർ കൊടുക്കുക? ഷഹബാസ് തിരിഞ്ഞ് റാബിയയോട് ചോദിച്ചു. അത് കേട്ട് റാബിയ തൻ്റെ കഴുത്തിലെ ചെറിയ മാല ഊരി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. തൽക്കാലം ഇത് മതി മോനെ, പിന്നെ നീ അവൾക്ക് വേറെ വാങ്ങിക്കൊടുത്താൽ മതി. ആ രംഗം കണ്ട് അവിടെ കൂടി നിന്ന സ്ത്രീകൾ അടക്കം പറഞ്ഞു തുടങ്ങി. ആ പെണ്ണിൻ്റെ ആരോ ആണെന്ന് തോന്നുന്നു, ആ ചെക്കനും അല്ലേ? അതെ, കണ്ടില്ലേ,
അവൾ സ്വർണം ഊരിക്കൊടുക്കുന്നത്? ആ മാലയുമായി ഷഹബാസ് സ്റ്റേജിലേക്ക് നടന്നു. പിന്നാലെ സമതും. പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് തലയിലേക്കിട്ടുകൊണ്ട് അവൻ വരനിരിക്കേണ്ട ഇരിപ്പിടത്തിലേക്കിരുന്നു. അപ്പോൾ സദസ്സിൻ്റെ പിന്നിലെ വരിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് അയാൾ കണ്ണീർ വാർക്കുകയായിരുന്നു. തൻ്റെ മകനിതാ വിവാഹിതനാവാൻ പോകുന്നു. ഷെഫീഖിൻ്റെ വീട്ടുകാർ എല്ലാവരും തിരിച്ചു പോയിട്ടും അയാൾ തിരിച്ചു പോയിരുന്നില്ല. കോലാഹലങ്ങൾക്കിടയിൽ സമദിൻ്റെ കൂടെ ഷഹബാസിനെ കണ്ട് അയാൾ ഒന്ന് ഞെട്ടി. തൻ്റെ മുഖം അതേപോലെ മുറിച്ചുവെച്ച തൻ്റെ ചോര പറ്റിയാൽ അവനെ കണ്ടു ഒന്ന് സംസാരിക്കണമെന്ന് കരുതി പോവാതെ അവിടെ തന്നെ നിന്നു. അതുകൊണ്ട് അയാൾക്ക് ആ കാഴ്ച കൺകുളിർക്കെ കാണുവാൻ സാധിച്ചു. തന്നോളം വളർന്ന തൻ്റെ മകൻ ഇന്നിതാ ഒത്തൊരു യുവാവായി മാറിയിരിക്കുന്നു. സ്റ്റേജിൽ നിന്നും പ്രാർത്ഥന ഉയർന്നു കേട്ടപ്പോൾ അയാൾ ചിന്തയിൽ നിന്നുണർന്നു. സനൂബിയ എന്ന പെൺകുട്ടിയെ ഈ കാണുന്ന മഹറിന് പകരമായി കാളിയായ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു. കാളി ഷഹബാസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിക്കാഹിൻ്റെ വചനങ്ങൾ ചൊല്ലി. ഈ കാണുന്ന മഹറിന് പകരമായി സനൂബിയെ ഞാൻ വധുവായി സ്വീകരിച്ചിരിക്കുന്നു. അതിന് മറുപടി വചനം കൈകൊടുത്തുകൊണ്ട് ഷഹബാസും ചൊല്ലിയപ്പോൾ സമദിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. അത് ആനന്ദ കണ്ണീരാണ്. അയാൾ ഭംഗിയായി ചിരിച്ചുകൊണ്ട് ഷഹബാസിനെ ഒന്ന് നോക്കി. ദുആ കഴിഞ്ഞ ശേഷം കാളി ഷഹബാസിനെ ചേർത്ത് പിടിച്ചു. നീ നന്നായി വരുമോനെ, നിനക്ക് പടച്ചവൻ ഹൈർ നൽകട്ടെ. ആമീൻ. ഉസ്താദേ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ കുട്ടി. മുഖവുര എന്തിനാണ്? എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സമതുപ്പായ നിങ്ങൾക്കറിയാലോ. രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ. മാഷാ അല്ലാ, അത് നല്ല കാര്യമാണല്ലോ. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ ആ നിക്കാഹ് കൂടി കഴിക്കാം, അല്ലേ സമതേ? അത് വേണ്ട ഉസ്താദേ, എല്ലാവർക്കും പരിഹസിച്ചിരിക്കാൻ ഇന്നത്തെ കാര്യം തന്നെ ധാരാളം മതി. ഇനി എൻ്റെ നിക്കാഹ് കൂടി ഇവിടെ നടത്തിയാൽ ആളുകൾ കൂടുതൽ പരിഹസിക്കും. എന്നാൽ അത് നമുക്ക് അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് നടത്താം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ശരി ഉസ്താദേ, അതാണ് നല്ലത്. ഷഹബാസും അത് ശരിവെച്ചു. അങ്ങനെ ആ നിക്കാഹിൻ്റെയും കാര്യം തീരുമാനത്തിലായി. വേദിയിൽ നിക്കാഹ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പന്തലിലേക്ക് ഇറങ്ങിയിരുന്നു. പലതരം ഫുഡുകൾ മേശയിൽ നിരന്നു കഴിഞ്ഞു. മട്ടൻ ബിരിയാണിയും ചിക്കൻ മന്തിയും ബീഫ് ഉലർത്തിയതും ചിക്കൻ 65 തുടങ്ങിയ പലതരം ഐറ്റംസ് കാറ്ററിംഗ് സർവീസിലെ ചെക്കന്മാർ സപ്ലൈ ചെയ്തു തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾ എല്ലാവരെയും വേദനയിലാക്കിയെങ്കിലും നിക്കാഹ് കഴിഞ്ഞതോടെ എല്ലാവർക്കും സന്തോഷം തിരിച്ചു വന്നു. സമദിൻ്റെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളും പരിചയക്കാരും ക്ലയൻറ്റുകളും എല്ലാവരും എത്തിയിരുന്നു. കുറേ പേർക്കും ഷഹബാസിനെയും നല്ല പരിചയമുണ്ടായിരുന്നു. അവർക്കെല്ലാം അവനെ ഇഷ്ടമായി. അങ്ങനെ ഉസ്താദുമാരും ഒരുവിധം ആണുങ്ങളും ഭക്ഷണം കഴിക്കാൻ പന്തലിലേക്ക് പോയ സമയം സമദ് അകത്തേക്ക് പോയി സനുവിനെയും കൂട്ടി സ്റ്റേജിലേക്ക് വന്നു. അവളുടെ മുഖത്തിപ്പോൾ ഒരാശ്വാസം നിയലിക്കുന്നുണ്ട്. അവളുടെ കൂടെ റാബിയയും അങ്ങോട്ട് വന്നു. അവൾ സ്റ്റേജിലേക്ക് വന്നപ്പോൾ സഹപ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഷഹബാസിനെ സമദ് കൈകാട്ടി വിളിച്ചു. അവൻ അവരോട് പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെന്നു. സ്റ്റേജിലേക്ക് കയറുമ്പോൾ തന്നെ മുഖം താഴ്ത്തി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ കണ്ടിരുന്നു. അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി കളിയാടി. എന്താണുപ്പ? അവൻ പെട്ടെന്ന് സാർ വിളിയിൽ നിന്നും ഉപ്പ എന്ന വിളിയിലേക്ക് മാറിയപ്പോൾ സനുവും സമതും ഒന്നവനെ നോക്കി. നിങ്ങൾ രണ്ടുപേരും എന്താണിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ട് പോലും നീ എന്നെ സാർ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. പെട്ടെന്ന് നീ വിളി മാറ്റിയപ്പോൾ ഒരു അമ്പരപ്പ്, അത്രേയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഉപ്പയായല്ലോ, അതുകൊണ്ടിനി ധൈര്യമായി വിളിക്കാമല്ലോ. അതും പറഞ്ഞവൻ ചിരിച്ചു. ആ പുഞ്ചിരി എല്ലാവരുടെയും മുഖത്തേക്ക് പടർന്നു. ഞാൻ വിളിച്ചതേ നിന്റെ ഭാര്യയ്ക്ക് മഹർ നൽകാൻ വേണ്ടിയാണ്. അത് നീ തന്നെ നൽകണം. പെട്ടെന്നായതുകൊണ്ട് മഹർ വാങ്ങാൻ പറ്റിയില്ലല്ലോ. ഞാൻ അവൾക്ക് വേറെ വാങ്ങി കൊടുക്കാമെന്ന് വെച്ചതാ. അത് നീ പിന്നെ വാങ്ങിക്കൊടുത്തോ. പക്ഷേ ഇന്ന് നിന്റെ നിക്കാഹിൻ്റെ ചടങ്ങിൽ വെച്ച് ആ സ്വർണം നിന്റെ കൈകൊണ്ട് അവൾക്ക് നീ അണിഞ്ഞു കൊടുക്കൂ. അതാണ് അതിൻ്റെ വില. സമദ് അത് പറഞ്ഞപ്പോൾ റാബിയയും അത് ശരിയെന്ന രീതിയിൽ തലയാട്ടി. നിക്കാഹ് കഴിഞ്ഞ ഉടനെ ആ മാല അവൻ സമദിനെ ഏൽപ്പിച്ചിരുന്നു. അത് അയാൾ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് നൽകി. 2 പവൻ്റെ മാലയായിരുന്നു അത്. ബിസ്മി ചൊല്ലിക്കൊണ്ട് അതിൻ്റെ കൊളുത്തു നീക്കി ഷഹബാസ് സനുവിൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊടുത്തു. സമദ് ആ ചിത്രം ഫോണിൽ പകർത്തി. അവളുടെ മുടിയും ഷാളും റാബിയ മാറ്റിക്കൊടുത്തു. തൻ്റെ തൊട്ടടുത്ത് അവൻ്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ സനുവിന് വല്ലാത്തൊരു വെപ്രാളം അനുഭവപ്പെട്ടു. അവളുടെ കഴുത്തിൽ അവൻ്റെ കൈ സ്പർശിച്ചപ്പോൾ അവൾക്ക് ഹൃദയം ഒരു നിമിഷം നിന്നുപോയതുപോലെ തോന്നി. താൻ സ്വപ്നം കണ്ടതുപോലെ തൻ്റെ രാജകുമാരൻ തന്നെ തനിക്ക് മഹറണിയിച്ചിരിക്കുന്നു. തൻ്റെ അമൻ, സൂഫി വര്യൻ പറഞ്ഞ അറക്കൽ അമൻ ആണോ എന്നറിയില്ല. പക്ഷേ അമനാണല്ലോ, അത് മതി. ഇനി മുതൽ താൻ സനൂബിയ അമൻ എന്നല്ലേ അറിയപ്പെടുക? ആ ഓർമ്മ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു തണുപ്പ് പടർത്തി. മഹർ അണിഞ്ഞു കൊടുത്ത സനുവിൻ്റെ മുഖത്തേക്ക് ഷഹബാസ് പാളി നോക്കി. അവിടെ ചെറിയൊരു പുഞ്ചിരി കണ്ടപ്പോൾ അവന് സമാധാനമായി. ഇന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണല്ലോ നടന്നത്. ഏകദേശം 1 മാസം മുമ്പ് നിശ്ചയിച്ച നിക്കാഹ് മുടങ്ങിയപ്പോൾ അവൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഉപ്പയെക്കുറിച്ച് അവൻ പറഞ്ഞതവൾ ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ടായിരിക്കാം താനുമായുള്ള നിക്കാഹിന് അവൾ വേഗം സമ്മതം മൂളിയത്. അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ ഇണയായി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും
അവളെ തന്നെ കിട്ടുമെന്നൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, പടച്ചവൻ അത് സാധിച്ചു തന്നിരിക്കുന്നു. അവൻ മനസ്സിൽ ദൈവത്തിനെ സ്തുതിച്ചു. കുഞ്ഞമ്മ, നിങ്ങൾ രണ്ടും അകത്തേക്ക് പോയിക്കോളൂ. അവൻ പറഞ്ഞത് കേട്ട് സനു മുഖമുയർത്തി അവനെ നോക്കി. ഇപ്പോഴാണ് അവൾ ശരിക്കും ആ മുഖം ഒന്ന് കാണുന്നത്. ഭംഗിയുള്ള മുഖം, ചിരിച്ചില്ലെങ്കിലും ചിരിയുള്ള മുഖം. ഇനി തൻ്റെ ജീവനും ജീവിതവും ഈ ആൾക്കൊപ്പമല്ലേ, അവൾ ആലോചിച്ചു. തൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്ന സനുവിനെ കണ്ട് അവൻ എന്തോ പോലെ തോന്നി. റാബിയയെ ഒന്നുകൂടി നോക്കി അവൻ തിരിഞ്ഞു പന്തലിലേക്ക് നടന്നു. അവൻ പോയപ്പോഴാണ് സനുവിന് ബോധം വന്നത്. ഞാൻ നോക്കി നിന്നപ്പോൾ ഇക്ക എന്തെങ്കിലും കരുതിയിട്ടുണ്ടാകുമോ? അവൾക്ക് ചമ്മൽ തോന്നി. അവൾ റാബിയയും കൂട്ടി അകത്തേക്ക് കയറി. അലി അക്ബർ നിക്കാഹ് കഴിഞ്ഞ് വേഗം ഭക്ഷണം കഴിക്കാനിരുന്നു. മോനെ കണ്ട് സംസാരിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പ്രസവിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ചു പോയ പിതാവിനെ കാണുമ്പോൾ അറിയുമ്പോൾ എന്തായിരിക്കും മകൻ്റെ പ്രതികരണമെന്ന് ആലോചിച്ചപ്പോൾ അയാൾക്ക് വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകാൻ തോന്നി. സമതും ഇതുവരെ തന്നെ കണ്ടിട്ടില്ല. കണ്ടാൽ അയാൾക്ക് മനസ്സിലാവും. അയാൾ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. ഇന്നിവിടെ ഒരു സീൻ കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. ആവശ്യത്തിന് ടെൻഷൻ അവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാകും. പിന്നെ താനായിട്ട് കൂടി മറ്റൊരു ടെൻഷൻ നൽകേണ്ടതില്ലല്ലോ എന്നലി കരുതി. പക്ഷേ ഉസ്താദിനെ യാത്രയാക്കാൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയ സമത് തിരിച്ചു വരുമ്പോഴാണ് വേഗത്തിൽ ഗേറ്റിന് പുറത്തേക്ക് പോകുന്ന ആളിനെ അയാൾ ശ്രദ്ധിച്ചത്. അത് അലി അക്ബർ അല്ലേ, തൻ്റെ റാഹിയെ വിവാഹം ചെയ്ത ആൾ? അയാൾ എന്താ ഇവിടെ? സമത് ആലോചിച്ചു നിൽക്കുമ്പോൾ അയാൾ വണ്ടിയെടുത്ത് പോയിരുന്നു. അയാൾ ഷെഫീഖിൻ്റെ കൂടെ വന്ന ആളായിരിക്കും. ചിലപ്പോൾ ഷഹബാസിനെ കണ്ട് ഇവിടെ തന്നെ നിന്നതാവാം. എങ്കിലും അയാളെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. മോനും അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പാവം ഷഹബാസ്, അവനും തന്നെപ്പോലെ ഒരു ഉപ്പാൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗമില്ല. തനിക്ക് പക്ഷേ റാബിയുടെ ഉപ്പയുണ്ടായിരുന്നു. അവനോ? തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു സമസ്യ പോലെ തുടരുന്നതായി സമദിന് തോന്നി. അയാളൊരു നിശ്വാസത്തോടെ അകത്തേക്ക് കയറി. വരൻ്റെ കൂടെ വരുന്നവർക്ക് എല്ലാം ഫുഡുണ്ടാക്കിയതിനാൽ ഒരുപാട് ഭക്ഷണം ബാക്കിയായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും 200 പേർക്കുള്ള ഭക്ഷണം ബാക്കിയായി. സാർ, ഈ ഫുഡ് എന്ത് ചെയ്യണം? നിങ്ങൾ ഫുഡ് പാക്ക് ചെയ്യാമോ? ഇവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാം. സമതി വിളിച്ചു പറഞ്ഞ പ്രകാരം കാറ്ററിംഗുകാർ തന്നെ ഓർഫനേജിലെ കുട്ടികൾക്ക് അവിടെ ചെന്ന് ഫുഡ് വിളമ്പി കൊടുത്തു. ചെറിയൊരു വിഷമം ഉള്ളിൽ നിറഞ്ഞെങ്കിലും എല്ലാവരിലും റാഹത്ത് തന്നെ മുന്നിട്ട് നിന്നിരുന്നു. അറക്കൽ തറവാട്ടുമുറ്റത്തേക്ക് വേഗത്തിൽ തൻ്റെ വാഹനം കൊണ്ട് നിർത്തുമ്പോൾ അലി അക്ബർ നന്നേ ക്ഷീണിച്ചിരുന്നു. കാണാൻ കൊതിച്ചിരുന്ന മകനെ കൺകുളിർക്കെ കണ്ടെങ്കിലും അയാളുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥതയിൽ പിടയുന്നുണ്ടായിരുന്നു. അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ സ്റ്റയറിങ്ങിൽ തലവെച്ച് ഏറെ നേരം അങ്ങനെ കിടന്നു. തൻ്റെ പിതാവ് തന്നെ ഓർത്ത് പിടയുന്നതറിയാതെ ഷഹബാസ് ഏറെ സന്തോഷവാനായിരുന്നു. ഏകദേശം 3 മണിയായപ്പോഴേക്കും നിക്കാഹ് കൂടാൻ വന്ന അതിഥികളായിട്ടുള്ള കുടുംബക്കാരും ബന്ധക്കാരും കൂട്ടുകാരും കമ്പനി സ്റ്റാഫുകളും എല്ലാവരും തിരിച്ചുപോയിരുന്നു. ഫൗസിക്ക് നിക്കാഹ് കഴിഞ്ഞ് സനുവിനോട് മിണ്ടാൻ എന്തോ ഒരു ചമ്മൽ തോന്നി. അവൾ രാവിലെ ഷഹബാസിനെ കുറിച്ച് പറഞ്ഞ കമൻ്റ് ഓർത്തപ്പോൾ അവൾക്കും ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു. കാണാൻ നല്ല ഐശ്വര്യമുള്ള എല്ലാറ്റിനും ചുറുചുറുക്കുള്ള അവനെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ കമൻ്റ് അടിച്ചതാണ്. ഒരു ക്രഷ് തോന്നുകയും ചെയ്തു. പക്ഷേ അവരൊരിക്കലും മാരനായി മാറുമെന്ന് കരുതിയിരുന്നില്ല. എന്തായാലും ഷഹബാസ് ആണോ അറക്കൽ അമ്മനെന്ന സനുവിൻ്റെ സംശയം പോലെ നിക്കാഹ് നടന്നല്ലോ. കോളേജിൽ പഠിക്കുമ്പോൾ അവൻ്റെ പിന്നാലെ പെൺകുട്ടികൾ കൂടുമായിരുന്നു. പക്ഷേ ആരോടും അമിതമായി അടുപ്പത്തിന് പോകാതെ അവൻ എല്ലാവരെയും നിലക്ക് നിർത്തി പോന്നിരുന്നു. അവൻ്റെ ആ ഒതുക്കവും ഭംഗിയും എവിടെയും അവൻ ആരാധകരെ കൊടുക്കാറുണ്ട്. ഇവിടെ ഫൗസിക്ക് പറ്റിയതും അതുതന്നെ. ഫൗസിയും കുടുംബവും ഫുഡ് കഴിഞ്ഞ് വേഗം തന്നെ തിരിച്ചുപോയി. സനു പിന്നെ വേറെ പല ചിന്തയിലും പെട്ടതിനാൽ അതൊന്നും അത്ര കാര്യമാക്കിയില്ല. അവളും റാബിയയും സമതും ഷഹബാസും ഏറ്റവും അവസാനമാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിഞ്ഞ് അവളും റാബിയയും നേരെ റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു നിസ്കരിക്കാൻ നിന്നു. അസറും കൂടി കഴിഞ്ഞ് താഴേക്കിറങ്ങി. ആണുങ്ങൾ പള്ളിയിലേക്കും പോയി. എല്ലാവരും പോയപ്പോൾ വീടാകെ പൂരം കഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ ആയിത്തീർന്നിരുന്നു. കാറ്ററിംഗുകാർ അവരുടെ സാധനങ്ങളെല്ലാം പെരുക്കിപ്പോയപ്പോൾ തന്നെ കുറേ സ്ഥലം ഒഴിഞ്ഞു കിട്ടി. സനു അടുത്ത വീട്ടിലെ ശാന്ത ചേച്ചിയെ ഫോണിൽ വിളിച്ച് വീട് വൃത്തിയാക്കാൻ സഹായിക്കാൻ വേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അവർ സമ്മതിച്ചു. 10 മിനിറ്റുകൾക്കുള്ളിൽ അവരെത്തി. അങ്ങനെ എല്ലാവരും കൂടി അടിച്ചും തുടച്ചും കഴുകിയും 6 മണിയാവുമ്പോഴേക്കും വീടും പരിസരവും വൃത്തിയാക്കി. അവർ സിറ്റൗട്ടിലിരുന്ന് ചായ കുടിച്ചു. ശാന്ത ചേച്ചി അതിനുള്ള ചില്ലറയും വാങ്ങി തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞ് റാബിയ ഷഹബാസിനെ നോക്കി ചോദിച്ചു, മോനെ, നമുക്കും പോയാലോ? നിനക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ? അവനാകെ വിയർപ്പിൽ കുളിച്ചിരുന്നു. വെളുത്ത ഷർട്ടാകെ നനഞ്ഞു ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് അവരെ തനിച്ചാക്കി പോകാൻ എന്തോ അവന് തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണ് ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇത്രയും നേരം നിന്നത്. തൻ്റെ മഹറുമണിഞ്ഞുകൊണ്ട് പെണ്ണ് ജോലിയെടുക്കുന്നത് ഇടയ്ക്ക് ഒളുകണ്ണിട്ടവൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓളതൊന്നും ശ്രദ്ധിക്കാതെ തിരക്കിട്ട വൃത്തിയാക്കലിലാണ്. അവനതുകൊണ്ട് ചെറിയ നിരാശയില്ലാതില്ല. ആ കുഞ്ഞമ്മ, പോകാം, ഞാൻ ആകെ മുഷിച്ചു. മോളെ,
ഞങ്ങളെന്നാ പോട്ടെ. മോള് നാളെ ഹോസ്റ്റലിലേക്ക് പോകുമോ? അവർ പോകുക എന്ന് കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു വിഷമം തോന്നി. 2 ദിവസമായി മുഴുവൻ നേരവും തൻ്റെ കൂടെ റാബിയ ഉമ്മ ഉണ്ടായിരുന്നു. ഇന്ന് താൻ ഉമ്മയുടെ മോൻ്റെ ഭാര്യ കൂടിയാണ്. അവർക്കിവിടെ നിൽക്കാൻ എന്തായാലും ഒരു ചമ്മലുണ്ടാകും. ഉമ്മിയെ എത്രയും പെട്ടെന്ന് നിക്കാഹ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവൾ റാബിയക്ക് മറുപടി കൊടുക്കാതെ ചിന്തിച്ചു കൊണ്ടിരുന്നു. നിക്കാഹ് കഴിഞ്ഞപ്പോൾ നിന്റെ കിളി പോയോ പെണ്ണെ? അവളുടെ അന്തം വിട്ട നിൽപ്പ് കണ്ട് റാബിയ കളിയാക്കി. അത് കേട്ട് സമദും ഷഹബാസും കൂടി ചിരിച്ചു. ഒന്ന് പോ ഉമ്മി, കളിയാക്കാതെ. നിങ്ങൾ പോകുക എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം. പിന്നെ ഞങ്ങൾ രണ്ടും വീണ്ടും ഇവിടെ തനിച്ചാവില്ലേ? അയ്യോടാ, എന്നാ നിന്റെ കെട്ടിയോനെ രാത്രി ഇങ്ങോട്ട് വിടാം. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ? റാബിയ സ്വകാര്യമായി സനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. അത് കേട്ടവൾക്ക് ചെറുതായി നാണം വന്നു. പക്ഷേ അത് പുറത്തു കാട്ടാതെ അവൾ റാബിയക്കൊരു നുള്ളു വെച്ച് കൊടുത്തുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് അതുപോലെ തന്നെ ചെവിയിൽ രഹസ്യം പറഞ്ഞു. നിങ്ങളുടെ ആദ്യ രാത്രി ആദ്യം കഴിയട്ടെ, എന്നിട്ട് മതി ഞങ്ങളത്, കേട്ടോ എൻ്റെ സുന്ദരിയുമ്മി? അവൾ പറഞ്ഞത് കേട്ട് റാബിയ ചമ്മിയെ ഒരു ചിരി ചിരിച്ചു. ഞാൻ നാളെ ചിലപ്പോൾ പോകും, അവൾ റാബിയയെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അത് ചെറിയൊരു കുശുമ്പോടെ ഷഹബാസ് നോക്കി നിന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ, സനുവിനെയും സമദിനെയും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മറുപടിയായി തലയാട്ടി. അവൻ അവൾക്ക് വേണ്ടി മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ബുള്ളറ്റിലേക്ക് കയറി. അവൻ്റെ ചിരി കണ്ട് പെണ്ണാകെ ഫ്ലാറ്റായി. അവൻ്റെ കൊന്ത്രപ്പല്ല് കാട്ടിയുള്ള ചിരിയിൽ അവൾ മൂക്കും കുത്തി വീണു എന്ന് വേണം പറയാൻ. അവൻ അങ്ങനെ ചിരിക്കൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിരി അവൾ കണ്ടിട്ടില്ല. അവിടം തൊട്ട് തൻ്റെ മഹറിൻ്റെ അവകാശിയോട് അവൾക്ക് പ്രണയം തോന്നി തുടങ്ങുകയായിരുന്നു. പക്ഷേ താൻ സ്വപ്നത്തിലൂടെ സ്നേഹിച്ച അറക്കൽ അവൻ തന്നെയാണ് തൻ്റെ പാതിയെന്ന് അവൾക്കപ്പോഴും തീർച്ച ഉണ്ടായിരുന്നില്ല. അവർ പോയപ്പോൾ അവൾ വേഗം റൂമിലേക്ക് കയറിപ്പോയി. സമദ് സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് ഏതോ ഒഫീഷ്യൽ ഫോൺ കോളിലാണ്. അവൾ വേഗം വാഷ്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. നേരെ കട്ടിയിലേക്ക് കിടന്നുകൊണ്ട് തൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഷഹബാസ് ഇക്ക എന്ന നമ്പർ വാട്സപ്പിൽ തിരഞ്ഞെടുത്തു. അവൻ്റെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ ആണ് അവൻ്റെ DP. അവളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ സേവ് ചെയ്തു. ആ ഫോട്ടോയിൽ നോക്കി അങ്ങനെ കിടന്നപ്പോൾ അവൾക്ക് നേരത്തെ മഹറണിയിക്കുമ്പോൾ ഉപ്പ തങ്ങളുടെ ഫോട്ടോ എടുത്തത് ഓർമ്മ വന്നു. അവൾ സമദിൻ്റെ ഫോണിലേക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു. ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടപ്പോൾ അവൾ ഫോണെടുത്ത് നോക്കി. അത് ഓപ്പൺ ചെയ്തപ്പോൾ ചെറുചിരിയോടെ തന്നെ നോക്കിക്കൊണ്ട് തനിക്ക് മഹറണിയിക്കുന്ന ഷഹബാസിൻ്റെ ഫോട്ടോ കണ്ടവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ ആ ഫോട്ടോ എടുത്ത് ഫോണിൻ്റെ വാൾപേപ്പറിൽ ആഡ് ചെയ്തു. ഇതേ സമയം ബെഡിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇന്ന് നടന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന ഷഹബാസ് ഫോണിൽ വന്ന നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് ഫോണെടുത്ത് വാട്സപ്പ് ഓൺ ചെയ്ത് നോക്കി. സമദ് സാർ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് 10-20 ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവൻ്റെ മനം തുടിച്ചു തുടങ്ങി. താൻ സനുവിന് മഹറണിയിക്കുന്ന ഫോട്ടോ ആണ് ആദ്യത്തേത്. അതിൽ കൂടുതൽ അവളുടെ മുഖം കാണുന്നില്ല. എന്നാലും അതവൻ ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഓരോ ഫോട്ടോ നോക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ കൂടുതൽ വിടർന്നുകൊണ്ടിരുന്നു. സനുവിൻ്റെ പല പോസിലുള്ള ഫോട്ടോകളായിരുന്നു അവയെല്ലാം. നിക്കാബ് അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ താൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ സുറുമക്കണ്ണുകൾ തന്നെയാണതെന്ന് അവൻ ഒന്നുകൂടി ഉറപ്പിച്ചു. അതിലവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുത്തു. അവൻ്റെ ഒരു ഫോട്ടോക്കൊപ്പം എഡിറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഫോണിൽ വാൾപേപ്പർ ചേഞ്ച് ചെയ്തു വെച്ചു. അവൻ അതിൽ നോക്കിക്കൊണ്ട് അങ്ങനെ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അവനെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്ന റാബിയ അവൻ്റെ ഫോണിലെ ആ പിക്ചർ കണ്ടെടുത്തു നോക്കി. രണ്ടുപേരും അത്രയ്ക്ക് മാച്ചാണെന്ന് അവർക്ക് തോന്നി. മേഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയും പോലെ അത്രയും സുന്ദരമായിരുന്നു ആ ഫോട്ടോ. നിക്കാഹിന് പോയി വന്ന ശേഷം ആകെ വിഷമിച്ചിരിക്കുന്ന അലിയെ കണ്ട് ഭാര്യ ഹസീനക്ക് ആകെ ബേജാറായി. എന്തുണ്ടെങ്കിലും മുഖത്ത് കാണിക്കാത്ത മനുഷ്യനാണ് ഇന്നാകെ തകർന്നതുപോലെ ഇരിക്കുന്നത്. ഇക്കാക്ക് എന്തു പറ്റി? അവിടെ പോയി വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടു ഹസീ. കുഞ്ഞിനെയോ? ഏതു കുഞ്ഞിനെ? ഹസീന ഒന്ന് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ, എൻ്റെ മോനെ. 10-25 വർഷം മുമ്പ് ഞാൻ ക്രൂരമായി ഉപേക്ഷിച്ച് കളഞ്ഞ എൻ്റെ മോനെ. അയാളുടെ ആ വെളിപ്പെടുത്തൽ കൊണ്ട് ഹസീന തൊണ്ടയിൽ വെള്ളം വറ്റി മിണ്ടാനാവാതെ ആ നിൽപ്പ് അങ്ങനെ തുടർന്നു. തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയിട്ടും ആളുടെ സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷേ അന്നു മുതൽ ഉപേക്ഷിച്ച് കളഞ്ഞ ആദ്യ ഭാര്യയെയും കുഞ്ഞിനെയും അയാൾ അന്വേഷിക്കുന്നുണ്ട്. ഭാര്യ മരിച്ചു എന്നാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ മോനെക്കുറിച്ച് ഇത്രയും കാലം ഒരറിവുമില്ലായിരുന്നു. ആദ്യത്തെ പെണ്ണിനെ ഒഴിവാക്കാൻ കാരണം താൻ ഒരാൾ തന്നെയാണ്. ഉപ്പയുടെ കൂട്ടുകാരൻ്റെ മകനായ അലിയോടുള്ള തൻ്റെ പ്രണയം. അയാൾ വിവാഹം ചെയ്ത് ഒരു കുട്ടിയായെങ്കിലും തനിക്ക് അയാളെ മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് പ്രസവത്തിൽ തളർന്നുപോയ അലിയുടെ പെണ്ണിനെക്കുറിച്ച് അറിയുന്നത്. പാരമ്പര്യം കൊണ്ട് അവരുടെ ഫാമിലികൾ തമ്മിൽ യോജിക്കില്ല എന്ന് കേട്ടറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഉപ്പയുടെ കാല് പിടിച്ച് അവരോട് സംസാരിപ്പിച്ചു. അങ്ങനെ നിരന്തരം സംസാരത്തിലൂടെ തങ്ങളുടെ വിവാഹത്തിലേക്ക് ആ അന്വേഷണം എത്തിച്ചു. വിവാഹം കഴിഞ്ഞതോടെ അവനെ തൻ്റെ കീഴിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല.
എല്ലാവർക്കും സന്തോഷം മാത്രം. ആദ്യത്തെ കുറച്ച് വർഷം കുട്ടികൾ വേണ്ട എന്ന് രണ്ടുപേരും കൂടി തീരുമാനിച്ചു വെച്ചു. പിന്നെ എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞുണ്ടായതുമില്ല. പിന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും ചികിത്സകളുമായി നാളുകൾ കഴിഞ്ഞുപോയി. പക്ഷേ ഒന്നിനും ഫലം കണ്ടില്ല. അങ്ങനെ വൈദ്യലോകം തന്നെ തനിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല എന്ന് വിധിയെഴുതി. അവിടെ മുതൽ ഇക്കാക്ക് കുറ്റബോധം ഉടലെടുത്തു തുടങ്ങി. ആ കുറ്റബോധം കൊണ്ടുള്ള അന്വേഷണം തുടർന്നെങ്കിലും മകനെ കണ്ടെത്തിയത് അത് കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷമാണെന്ന് മാത്രം. ഇനി ആ മകനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിയാൽ തന്നെ തനിക്കവനെ സ്നേഹിക്കാൻ കഴിയുമോ? അറിയില്ല. അവർ പല ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഷെഫീഖ് സനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് പോയില്ല. അവൻ തൻ്റെ ഫ്രണ്ട്സ് തമ്പടിക്കുന്ന ക്ലബ്ബിലേക്ക് പോയി. അവിടെയും കൂട്ടുകാരുടെ ഉപദേശം കേട്ടവൻ മടുത്തുപോയി. എടാ, അയാൾ അവളുടെ ഉപ്പ അല്ലെങ്കിൽ നിനക്കെന്താടാ? എത്രങ്ങാനും സ്വത്തും മുതലുമുള്ള ആളാണ്. നീ ജോലിക്ക് പോയില്ലേലും സുഖമായി കഴിയാമായിരുന്നു. ഒക്കെ നീ നശിപ്പിച്ചില്ലേ? കൂട്ടുകാരൻ ഫസൽ പറഞ്ഞത് കേട്ട് ഷെഫീഖ് അവനെ ചിറഞ്ഞൊന്നു നോക്കി. നീ അവനെ നോക്കി പേടിപ്പിക്കണ്ട. അവൻ പറഞ്ഞത് ശരിയാ. അയാൾക്ക് സ്വന്തം ഒരു കമ്പനി തന്നെ ഇല്ലായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പാൻ്റെ വകയുള്ള വാല് കേൾക്കാനാവാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളും ഇങ്ങനെ തുടങ്ങിയാൽ ഞാനങ്ങ് പോകും. ഷെഫീഖ് ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് കൂട്ടത്തിലെ ബാങ്കായ അവനെ പിണക്കുന്നത് ബുദ്ധിയല്ലാത്തതിനാൽ അവർ ആ ടോപ്പിക് വിട്ടുകളഞ്ഞു. പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടവർ അന്നത്തെ സായാഹ്നം കളറാക്കി. പക്ഷേ കൂട്ടുകാരും ഉപ്പയും പറഞ്ഞത് ശരിയാണെന്നും ഷെഫീഖിനും തോന്നിത്തുടങ്ങിയിരുന്നു. അപ്പോഴത്തെ വികാര വിക്ഷോഭം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഇറങ്ങിപ്പോന്നു. പക്ഷേ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. അവളെ തനിക്ക് വിധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനൊന്ന് തലകുടഞ്ഞു. രാത്രി കിടന്നപ്പോൾ വീണ്ടും സൂഫി വര്യൻ സനുവിൻ്റെ സ്വപ്നത്തിൽ അവളെയും തേടിയെത്തി. ഇപ്രാവശ്യം അയാൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് രണ്ടുപേർക്കും ആശംസകൾ നേർന്നു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് അമനും തിരിച്ചും പുഞ്ചിരി തൂകുന്നുണ്ട്. നാണത്തോടെ അരികിലവളും. ഞെട്ടിയുണരുമ്പോൾ അവളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. സൂഫി വര്യൻ കാണിച്ചു തന്ന അറക്കൽ അമൻ തന്നെയാണ് തൻ്റെ പാതി എന്നവൾ തിരിച്ചറിഞ്ഞു. പുലർച്ചെ ആ സുന്ദര സ്വപ്നം കണ്ട് അവളുടെ ഉറക്കം എങ്ങോട്ടോ പോയി മറിഞ്ഞിരുന്നു. അവൾ ഫോണെടുത്ത് താൻ ഇന്നലെ സേവ് ചെയ്തു വെച്ച തൻ്റെ രാജകുമാരൻ്റെ ചിത്രത്തിലേക്ക് പ്രണയപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. എന്നും എഴുന്നേൽക്കുന്ന നേരം എഴുന്നേറ്റ് നിസ്കരിച്ചവൾ നാഥനിലേക്ക് കൈ ഉയർത്തി നന്ദി പറഞ്ഞു. താൻ ജന്മം കൊണ്ട് അനാഥ ആണെങ്കിലും അത് തന്നെ അറിയിക്കാതെ ഇതുവരെ വളർത്തി വലുതാക്കിയ സമതുപ്പാക്ക് വേണ്ടിയും തൻ്റെ പാതിയായി തന്നിലേക്ക് വന്നു ചേർന്ന തൻ്റെ ഇക്കാക്ക് വേണ്ടിയും ഒരു ഉമ്മയുടെ സ്നേഹം തരുന്ന റാബിയ ഉമ്മയ്ക്ക് വേണ്ടിയും അവൾ മനം നിറഞ്ഞു പ്രാർത്ഥിച്ചു. അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിലും പോകാൻ എന്തോ മടി തോന്നുന്നുണ്ട്. നിക്കാഹ് അങ്ങനെ കൂട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം വിളിക്കാമെന്ന് കരുതി. പക്ഷേ നിക്കാഹ് മുടങ്ങിയതും പിന്നെ വേറെ ഒരാൾ നിക്കാഹ് ചെയ്തതും എല്ലാം കൂട്ടുകാരുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. എന്നാലും പോകാതെ വയ്യ. ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. കോളേജിലെ റാങ്ക് പ്രതീക്ഷ തന്നിലാണെന്ന ചിന്ത അവളെ മടി മാറ്റിവെച്ച് പോകാൻ റെഡിയാവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾ രാവിലെയുള്ള ജോലിയിലേക്ക് കടന്നു. രാവിലെ മുതൽ സനുവിനെ ഒന്നുകൂടി കാണാൻ അവന് കൊതി തോന്നുന്നുണ്ടായിരുന്നു. ഇനി ഷഹബാസിനെ അമി എന്നോ അമൻ എന്നോ വിശേഷിപ്പിക്കാം അല്ലേ? അവൻ മെല്ലെ അടുക്കളയിലേക്ക് എത്തി നോക്കി. അവിടെ റാബിയ തിരക്കിട്ട ജോലിയിലാണ്. അടുത്തേക്ക് ചെന്ന് റാബിയെ ഒന്ന് തോണ്ടി. അല്ലോ, മനുഷ്യൻ പേടിച്ചു പോയി. എന്താ ചക്ക നിനക്ക്? പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ അവർ ചെറുതായി ഒന്ന് പേടിച്ചു. കപടദേഷ്യത്തിൽ റാബിയ അവനെ ഒന്ന് നോക്കി. കുഞ്ഞുമ്മ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? പറഞ്ഞാൽ എന്നെ കളിയാക്കരുത്. എന്താടാ? ദോശക്കല്ലിലേക്ക് മാവൊഴിച്ച് ചുറ്റിച്ചുകൊണ്ട് അവർ ചോദിച്ചു. കുഞ്ഞുമ്മ സനവിനെ ഒന്ന് വിളിച്ചു നോക്ക്. അവൾ ഹോസ്റ്റലിലേക്ക് പോകുന്നോ എന്ന് അവൻ ചെറിയൊരു ചമ്മലോടെ പറഞ്ഞു. അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് റാബിയ കുറച്ചു നേരം നിന്നു. തൻ്റെ മകനും ഒരു കാമുകനായിരിക്കുന്നു, ഒരു കള്ളക്കാമുകൻ. അവർക്ക് അവനോട് വല്ലാത്തൊരിഷ്ടം തോന്നി. നിനക്ക് വിളിച്ചാലെന്താ? നിന്റെ കെട്ടിയോളല്ലേ, പിന്നെന്താ? ഞാൻ വിളിച്ചാൽ ഓക്ക് ഇഷ്ടമായില്ലെങ്കിലോ? പ്ലീസ് ഉമ്മി, എൻ്റെ പൊന്നല്ലേ, പ്ലീസ്. എന്താ ഒരു സോപ്പ്? ഓളെ ഞാൻ വിളിക്കാം, പതപ്പിക്കണ്ട നീ. ആ ഫോണിങ്ങെടുക്ക്, റൂമിൽ ടേബിളിലുണ്ടാവും. കേൾക്കേണ്ട താമസം അവൻ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നു. അവൻ്റെ തിരക്ക് കണ്ട് റാബിയ ചിരിച്ചുപോയി. ചിരിച്ചുകൊണ്ട് തന്നെ റാബിയ സനുവിനെ കോൾ ചെയ്തു. അവൻ വേഗം അത് ലൗഡ് സ്പീക്കറിലിട്ടു. തിരക്കിട്ട് ഫുഡ് ടേബിളിൽ കൊണ്ടുവെക്കുമ്പോൾ ഫോൺ റിങ് കേട്ട് സനു വേഗം എടുത്തു നോക്കി. ഉമ്മിയാണല്ലോ വിളിക്കുന്നത്. അവൾ സന്തോഷത്തോടെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, അസ്സലാമു അലൈക്കും ഉമ്മി. അവളുടെ ശബ്ദം ലൗഡ് സ്പീക്കറിലൂടെ കേട്ടപ്പോൾ അമിക്കെന്തോ മനസ്സിനുള്ളിൽ കുളിര് കോരി തുടങ്ങി. വലൈക്കും അസ്സലാം. മോളു എന്താ പരിപാടി? ഇന്ന് കോളേജിൽ പോകുന്നുണ്ടോ മണവാട്ടി? അമ്മിയെ പാളി നോക്കിക്കൊണ്ട് റാബിയ ചോദിച്ചു. ആ പോണം ഉമ്മി, ലാസ്റ്റ് ഇയർ അല്ലേ, ലീവാക്കാൻ പറ്റൂല. എനിക്കിന്ന് നല്ല മടിയുണ്ട് പോകാൻ. അച്ചോടാ, മടി പിടിച്ചാൽ മടലെടുക്കും ഞാൻ. വേഗം പോവാൻ നോക്കിക്കേ. ഉമ്മി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പോകാനേ തോന്നൂല. എന്നാ ഇങ്ങോട്ട് വരുന്നത്? നമുക്ക് നിക്കാഹ് കഴിക്കണ്ടേ?
ഇപ്പോൾ നീ ചായ കുടിച്ച് പോകാൻ നോക്ക് പെണ്ണെ, നിക്കാഹ് പിന്നെ കഴിക്കാം. റാബിയ ഉള്ളിൽ ചെറിയ പരിഭ്രമത്തോടെ പറഞ്ഞു. അല്ല ഉമ്മി, എൻ്റെ കെട്ടിയോൻ എന്തിയെ, ഓഫീസിൽ പോകാൻ ഒരുങ്ങുവാണോ? അവൾ പെട്ടെന്ന് തന്നെ ചോദിച്ചത് കേട്ട് അവളുടെ സംസാരം ആസ്വദിച്ചു കൊണ്ടിരുന്ന അവനൊന്ന് ഞെട്ടി. ആ, അവൻ ചായ കുടിക്കാൻ നോക്കുക. നിനക്ക് എപ്പോഴാണ് ബസ്? നിനക്ക് പോകാനായോ? ആ ഉമ്മി, 8:30 പോകണം. നേരിട്ട് അവിടേക്കൊരു ബസ്സുണ്ട്. 9:30 ആകുമ്പോൾ കോളേജിലെത്തും. ആണോ? എന്നാൽ നീ വേഗം പോകാൻ നോക്കിക്കോ. ഞാൻ വൈകുന്നേരം വിളിക്കാം ട്ടോ. ഓക്കെ ഉമ്മി, ബൈ. അവൾ ഫോൺ വെച്ച് അവളുടെ ജോലി തുടർന്നു. അവളുടെ ശബ്ദം ഉള്ളിലേക്ക് നുകർന്നുകൊണ്ടൊരുത്തൻ ഇരുന്നതറിയാതെ അവൾ കോളേജിലേക്ക് പുറപ്പെടാൻ റെഡിയായിക്കൊണ്ടിരുന്നു. പ്രണയത്തിൻ്റെ കുളിർക്കാറ്റ് രണ്ടുപേരിലും വീശിത്തുടങ്ങുകയായിരുന്നു. സമദിൻ്റെ കൂടെ കാറിൽ കയറി സനു അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവൾക്ക് സമദ് സ്കൂട്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ലൈസൻസും എടുത്തിട്ടുണ്ട്. പക്ഷേ അവൾ കോളേജിൽ പോകുമ്പോൾ അത് യൂസ് ചെയ്യാറില്ല. അവൾക്ക് എല്ലാവരെയും പോലെ ബസ്സിൽ കയറി പോകാനാണ് ഇഷ്ടം. അവൾ അവിടെ ഇറങ്ങിയപ്പോൾ സമദ് തിരിച്ചുപോയി. സമയം 8:20. ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട് ബസ് വരാൻ. ഫൗസിയും അപ്പോഴേക്കും എത്തും. അവൾ ബസ് സ്റ്റോപ്പിലെ ഇരിപ്പിടത്തിലേക്കിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഇന്നെന്തോ ആൾ കുറവാണ്. അല്ലാതെ ഒരുപാട് പേര് ഈ ബസ്സിനെ ആശ്രയിക്കാറുണ്ട്. അവൾ അങ്ങനെ എങ്ങോ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. അവൾ വേഗം തിരിഞ്ഞു നോക്കി. തൻ്റെ പ്രിയതമനാണോ എന്നറിയണമല്ലോ. പക്ഷേ അത് മറ്റാരോ ആയിരുന്നു. അവൾക്ക് ചെറിയൊരു നിരാശ തോന്നി. ആളെ കാണാൻ തോന്നുന്നുണ്ട്. ഇതാണോ ഈ മഹറിൻ അവകാശിയോടുള്ള പ്രണയം? അവൾക്ക് തന്നിലുള്ള മാറ്റത്തിൽ അത്ഭുതം തോന്നി. അപ്പോഴാണ് ഫൗസിയുടെ വരവ്. ഹായ് പെണ്ണേ, നീ ഇന്ന് വരുന്നുണ്ടാവില്ല എന്ന് കരുതിയാ ഞാൻ വിളിക്കാതിരുന്നത്. നീ എന്തേ ഇങ്ങ് പോന്നത്? വീട്ടിലിരുന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എടി പൊട്ടി, നിന്റെ നിക്കാഹല്ലേ ഇന്നലെ കഴിഞ്ഞത്? നിങ്ങൾ കറങ്ങാനൊന്നും പോകുന്നില്ലേ? അതിന് അങ്ങനെ പോകാറുണ്ടോ ആരെങ്കിലും? എനിക്കതൊന്നും അറിയൂല. ആ, എൻ്റെ ഇത്തയും അളിയനും നിക്കാഹിൻ്റെ പിറ്റേന്ന് മുതൽ കറക്കം തന്നെയായിരുന്നു. ആണോ? എന്നിക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. ഉപ്പയും പോയിട്ടുണ്ട്. ഏതോ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. നിന്റെ മാരൻ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ലടി, പെട്ടെന്നുള്ള നിക്കാഹല്ലേ. ചിലപ്പോൾ ആൾക്ക് കുറച്ച് സമയം വേണ്ടി വരും ഒന്ന് റെഡിയാവാൻ. എന്നിട്ട് നീയും അങ്ങോട്ട് വിളിച്ചില്ലേ? ഇല്ല, ഞാനും വിളിച്ചില്ല. എനിക്കെന്തോ ചമ്മൽ. നിങ്ങൾ രണ്ടും കൊള്ളാലോ, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. ദേ അങ്ങോട്ട് നോക്ക് പെണ്ണേ, നിന്റെ അമനല്ലേ ആ ഷോപ്പിൽ നിൽക്കുന്നത്? പെട്ടെന്ന് മുന്നിലെ ഷോപ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചു ഫൗസി ചോദിച്ചു. അപ്പോഴാണ് സനവും അങ്ങോട്ട് നോക്കിയത്. ആരോടോ സംസാരിച്ചുകൊണ്ട് അമൻ നിൽക്കുന്നുണ്ട്. അവനൊന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചുപോയി. പക്ഷേ അപ്പോഴേക്കും അവൾക്ക് പോകാനുള്ള ബസ് വന്നു. രണ്ടാളും വേഗം അതിലേക്ക് കയറി. വിൻഡോ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് സനു പുറത്തേക്ക് നോക്കി. അവളെയും നോക്കി അവൻ നിൽക്കുന്നുണ്ട്. കണ്ണിൽ പോലും ആ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഒരു പ്രത്യേക തിളക്കം. അവൾ പെട്ടെന്ന് നിക്കാബ് ഉയർത്തി ഒന്നുകൂടി നോക്കി. അവൻ ചിരിച്ചപ്പോൾ അവളും തിരിച്ചു ചിരിച്ചു. ബസ് നീങ്ങിത്തുടങ്ങിയപ്പോൾ അവളുടെ ചുണ്ടിൽ നിന്നും ആ പുഞ്ചിരി മാഞ്ഞുപോയി. ആ ഷോപ്പിൻ്റെ കൈവരിയിൽ താങ്ങി അവൻ അങ്ങനെ നിന്നു. പെണ്ണിന്ന് കോളേജിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്നുദ്ദേശിച്ചാണ് ഓടി വന്നത്. കണ്ടു എന്ന് പറയാമെന്നല്ലാതെ നിക്കാബിട്ട മുഖം ഒന്ന് കണ്ടില്ലല്ലോ എന്ന് കരുതി ആ സുറുമക്കണ്ടുകളെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവളുടെ കൂട്ടുകാരി തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. പെട്ടെന്ന് നോട്ടം മാറ്റി അവിടെയുള്ള ആളോട് സംസാരിക്കുന്ന വ്യാജന നിന്നതാണ്. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ബസ്സും വന്നു. വിൻഡോ സീറ്റിലിരുന്ന് തന്നെ നോക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ നിക്കാബ് ഉയർത്തി വെച്ചു. എന്നിട്ട് മനുഷ്യനെ മയക്കുന്ന ഒരു ചിരിയും സമ്മാനിച്ചു. ഹോ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന അവസ്ഥയിലായിപ്പോയി. അപ്പോഴേക്കും അവർ കയറിയ ബസ് കടന്നുപോയി കഴിഞ്ഞിരുന്നു. ആ പുഞ്ചിരി ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് അവൻ ബൈക്കിലേക്ക് കയറിയത്. ഇനി അവൾ വെള്ളിയാഴ്ച മാത്രമേ വരൂ. അതുവരെ ഓർക്കാൻ ഈ പുഞ്ചിരി മാത്രം. അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. നേരെ ഓഫീസിലേക്ക് വിട്ടു. ഇന്ന് 10 മണിക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതിന് കുറച്ച് പേപ്പർ വർക്ക് തീർക്കാനുണ്ട്. ഓഫീസിലെത്തി അവൻ അതിൽ മുഴുകി. കോളേജിൻ്റെ മുൻപിൽ ബസ് ഇറങ്ങി കോളേജിലേക്ക് നടക്കുമ്പോൾ എന്നും ആ കോമ്പൗണ്ടിലെ കൈവരിയിലിരുന്നു പെൺകുട്ടികളെ കമൻ്റടിക്കുന്ന ഒരു കൂട്ടം പൂവാലന്മാർ സനുവിനെയും ഫൗസിയെയും കണ്ട് കമൻ്റടി തുടങ്ങി. ഏയ് അറക്കൽ ബീവി, നിന്റെ നിക്കാഹ് കഴിഞ്ഞു എന്ന് കേട്ടല്ലോ. നിന്റെ രാജകുമാരൻ വന്നോടി നിന്നെ കെട്ടാൻ. അതിലൊരുത്തൻ സനുവിനെ നോക്കി ചിരിച്ചു. സനുവിന് എന്നും അവർ പറയുമ്പോൾ ഈർഷ്യ തോന്നാറുണ്ടെങ്കിലും ഇന്നെന്തോ സന്തോഷം തോന്നി. അതേലോ, എന്നെ കെട്ടാൻ എൻ്റെ അറക്കൽ രാജകുമാരൻ തന്നെ വന്നു. എന്തേ ചേട്ടാ ചോദിച്ചത്? ഇത്രയും കാലം കാ മാ അക്ഷരം മിണ്ടാതെ തിരിച്ചു പോകുന്ന പെണ്ണ് പറഞ്ഞത് കേട്ട് അവർ ഒന്ന് അന്താളിച്ചു. ഒന്നുമില്ല പെങ്ങളെ, നിങ്ങൾ പോയാട്ടെ. എന്തോ പന്തികേട് തോന്നിയൊരുത്തൻ അവരെ വേഗം പറഞ്ഞു വിട്ടു. ചിരിച്ചുകൊണ്ട് സനവും ഫൗസിയും ക്ലാസ്സിലേക്ക് നീങ്ങി. ക്ലാസ്സിലെത്തിയപ്പോൾ പെൺപടകൾ എല്ലാവരും അവളെ വളഞ്ഞു. എല്ലാവർക്കും നിക്കാഹിൻ്റെ വിശേഷങ്ങൾ അറിയണം. എവിടെ നിന്റെ മാരൻ? കാണട്ടെ, ഞങ്ങൾക്കും കാണണം. എവിടെ? ഓരോരുത്തരും തിരക്ക് കൂട്ടി. അവൾ വേഗം ഫോണെടുത്ത് അവൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് ഷഹബാസിക്ക അല്ലേ? കൂട്ടത്തിലെ തസ്നി ചോദിച്ചു. നിനക്കങ്ങനെ ഇക്കാൻ അറിയാം?
സനു അത്ഭുതത്തോടെ ചോദിച്ചു. എൻ്റെ ഇത്താത്ത താജുവിൻ്റെ കൂടെ പഠിച്ചതാ നിന്റെ കണവൻ. ഇത്താത്താൻ്റെ ക്രഷായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ക്രഷോ? ആ മോളെ, കോളേജിൽ എല്ലാവരുടെയും ക്രഷായിരുന്ന ആള്. പക്ഷേ നിന്റെ കെട്ടിയവനൊരാളെയും മൈൻഡ് ചെയ്യില്ലായിരുന്നത്രേ. റാങ്ക് ഹോൾഡർ, കോളേജ് ചെയർമാൻ, അങ്ങനെ എല്ലാ മേഖലയിലും മൂപ്പർ അന്ന് തിളങ്ങി നിന്നതായെന്ന് ഇത്ത പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആഹാ! വളരെ ആവേശത്തോടെ കഥകൾ കേട്ടുകൊണ്ടിരുന്ന സനുവിനെ എല്ലാവരും നോക്കി ചിരിച്ചു. നിന്നോടെങ്ങനെയാ? ആള് റൊമാൻറ്റിക്കാണോ? അതിന് ഇവർ തമ്മിലൊന്ന് സംസാരിച്ചിട്ട് വേണ്ടേ? ഫൗസി അവളെ ട്രോളി. അതെന്താ അങ്ങനെ? കൂട്ടുകാർ ഒന്നടങ്കം ആരാഞ്ഞു. ഫൗസി സനുവിൻ്റെ സ്വപ്നവും കല്യാണം മുടങ്ങിയതും അമൻ മുന്നോട്ട് വന്നതും എല്ലാം ചുരുക്കി പറഞ്ഞു. കല്യാണം മുടങ്ങിയ കാരണം മാത്രം അവൾ പറഞ്ഞില്ല. ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് വിളിച്ചൂടെ? എന്തൊക്കെ ആണേലും നിന്റെ സ്വപ്നത്തിലെ കുമാരനല്ലേ പെണ്ണെ? ഞാനും അതാ നേരത്തെ അവളോട് പറഞ്ഞത്, ഫൗസി പറഞ്ഞു. അതിനിവൾക്ക് പ്രേമിച്ച് പരിചയമില്ലല്ലോ, രണ്ടും പഠിപ്പിച്ചല്ലേ? അതെ, ശരിയാ, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. അതും പറഞ്ഞ് എല്ലാവരും സനുവിനെ വീണ്ടും കളിയാക്കി ചിരിച്ചു. പോടി, ഞാൻ വിളിക്കാഞ്ഞത് ഇക്കാക്ക് ഇഷ്ടമായില്ലെങ്കിലും എന്ന് കരുതിയ. പിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ നിന്നെ കാണാൻ ഇന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ വന്നത്? ആണോ? ഇവളെ കാണാനോ വന്നോ? എന്നിട്ടാണോ? ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വൈറലായിരുന്നു ഇടക്ക്. ഇതൊക്കെ സനുവിന് പുതിയ അറിവായിരുന്നു. അവൾക്കിതുവരെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇനി എന്തായാലും ഒന്നെടുക്കണം അവൾ ഉറപ്പിച്ചു. നീ ഇങ്ങോട്ട് വിളിച്ചില്ലേലും ആൾക്ക് വിളിക്കണേ, അല്ലെങ്കിൽ മെസ്സേജെങ്കിലും അയക്കണം കേട്ടോ. ആള് പാവമാ. നീ എന്തെങ്കിലും കരുതുമെന്ന് വിചാരിച്ചായിരിക്കും ഇങ്ങോട്ട് വിളിക്കാഞ്ഞത്. നിക്കാഹ് നടന്ന സാഹചര്യം അതാണല്ലോ. കുറച്ച് നമ്മൾ കൂടി ശ്രമിക്കണ്ടേ? എന്തായാലും നിന്റെ സ്വപ്നത്തിലെ രാജകുമാരനല്ലേ, നീ സെറ്റാക്ക്. തസ്നി അവൾക്ക് ഉപദേശം നൽകി. ക്ലാസ് തുടങ്ങുന്നതുവരെ ചളിയടിച്ചും പാരവെച്ചും അവർ സമയം നീക്കിക്കൊണ്ടിരുന്നു. അപ്പോഴും സനുവിൻ്റെ മനസ്സിൽ കൂട്ടുകാർ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും തികട്ടി വന്നുകൊണ്ടിരുന്നു. ഫൗസിയും കൂട്ടുകാരും കളിയാക്കിയതുപോലെ തങ്ങൾ ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ എന്നവൾക്കും തോന്നി. അവളുടെ ചുണ്ടിൽ മനോഹരമായ ചിരി വിരിഞ്ഞു. അന്ന് ഉച്ചയാകുമ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞു. അവൻ ഫ്രീ ആയി. അവൻ വെറുതെ ഇരുന്നപ്പോൾ ഫോണെടുത്ത് തങ്ങളുടെ നിക്കാഹ് ഫോട്ടോസും സനുവിൻ്റെ ഫോട്ടോസും നോക്കിക്കൊണ്ടിരുന്നു. നിക്കാഹിൻ്റെ ഫോട്ടോ അവനൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ മാറിലേക്ക് താൻ ഇട്ടുകൊടുത്ത മഹർ കണ്ണിൽ തടഞ്ഞപ്പോൾ അവൾക്ക് തൻ്റെ പൈസ കൊണ്ടൊരു മഹർ ചെയിൻ വാങ്ങിക്കൊടുത്താലോ എന്നൊരു ചിന്ത അവനിൽ ഉദിച്ചു. അവൻ എഴുന്നേറ്റ് സമ്മതിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. മൂപ്പർ ഫോണിൽ ഖുർആൻ ഓഡിയോ വെച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അത് ആസ്വദിക്കുന്നുണ്ട്. ഉപ്പാ! ആ മോനെ! അവൻ്റെ വിളിയിൽ കണ്ണുകൾ തുറന്നുകൊണ്ട് സമ്മതി നേരെയിരുന്നു. എന്തുപറ്റി? ഇന്നിനി എന്തെങ്കിലും അർജൻറ്റ് ജോലി ഉണ്ടോ? എനിക്ക് കുറച്ച് നേരത്തെ പോയാൽ കൊള്ളാമായിരുന്നു. ഇതുവരെ ഓഫീസ് ടൈം കഴിയും മുമ്പ് പോകാത്ത അവൻ്റെ ചോദ്യം കേട്ട് സമത് അവനെ ഒന്ന് നോക്കി. എന്താടാ ഇന്നിത്ര അർജൻറ്റ് പോവാൻ? അല്ലാതെ ഞാൻ ഇറങ്ങാതെ ആ സീറ്റിൽ നിന്ന് എണീക്കാത്ത ആളാണല്ലോ നീ. അതുപ്പാ, എനിക്ക് ജ്വല്ലറിയിൽ ഒന്ന് പോകണം, ഒരു ചെയിൻ വാങ്ങണം. സനുവിന് മഹർ കൊടുത്തത് കുഞ്ഞുമ്മാൻ്റെ മാലയല്ലേ, ഓൾക്ക് ഞാൻ വാങ്ങിയ ഒരു മഹർ കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടെനിക്ക്. ആഹാ, അത് കൊള്ളാം, നല്ല കാര്യം. എന്നാൽ പിന്നെ ഞാനും നിൻ്റെ കൂടെ വരാം, എനിക്ക് കൂടി ഒരു മഹർ ഏൽപ്പിക്കാലോ. ചെറിയ ചമ്മലോടെ സമത് പറഞ്ഞപ്പോൾ അവനും ചിരി പൊട്ടി. ശരിയാ, അടുത്ത മണവാളനും നിക്കാഹ് കഴിക്കണ്ടേ? എന്നാൽ നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാൽ നീ പോകാൻ റെഡിയായിക്കോ. അവൻ സിസ്റ്റം ഓഫ് ചെയ്തു. ലാപ്ടോപ്പ് ബാഗിലിട്ടുകൊണ്ട് കേബിനിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും സമതും പുറത്തേക്കിറങ്ങിയിരുന്നു. അവൻ ബുള്ളറ്റിലും അയാൾ കാറിലുമായി അവർ ജ്വല്ലറിയിലേക്ക് പുറപ്പെട്ടു. അന്ന് സനുവിന് വേണ്ടി സ്വർണമെടുത്ത കടയിലേക്ക് തന്നെയാണ് അവർ പോയത്. അവരെ കണ്ടപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പരിചയഭാവത്തിൽ അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ടത് മോഡലുകൾ കാണിച്ചു കൊടുത്തു. രണ്ടുപേർക്കും വ്യത്യസ്തമായ രീതിയിൽ അവർ മഹർ ചെയിനുകൾ തിരഞ്ഞെടുത്തു. അമൻ എന്നെഴുതിയ ലോക്കറ്റ് കൂടി അവൻ അവിടെ ഏൽപ്പിച്ചു. റാബിയക്ക് പിന്നെ പേരെഴുതിയ ലോക്കറ്റ് വേണ്ട എന്നവർ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ആ മാലയും ലോക്കറ്റും അപ്പോൾ തന്നെ അവർക്ക് കൊണ്ടുപോകാൻ കൊടുത്തു. അവൾക്ക് വേണ്ടി 3 പവൻ വാങ്ങാനേ അവന് കഴിഞ്ഞുള്ളൂ. അവൻ്റെ സാലറി വെച്ച് അത് തന്നെ അവന് താങ്ങുന്നുണ്ടായിരുന്നില്ല. 3 പവന് തന്നെ നല്ലൊരു എക്സ്പെൻസ് വരുമല്ലോ. അവന് മന്ത്ലി നല്ല സാലറി സമത് കൊടുക്കാറുണ്ടെങ്കിലും 2 മാസമല്ലേ ആയുള്ളൂ അവൻ കമ്പനിയിൽ അവിടെ കയറിയിട്ട്. സമതിന് അവൻ്റെ ബാങ്ക് ബാലൻസ് എത്രയുണ്ടാകുമെന്ന് ഒരു ഏകദേശ ധാരണ ഉള്ളതിനാൽ അയാൾ വേഗം അവൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം കൂടി ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് അവന് അവിടുത്തെ ബില്ലടയ്ക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് 2 പേരും ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ അതിൽ ചെറിയൊരു അപകർഷതാബോധം തോന്നിയിരുന്നു. പുറത്തേക്കിറങ്ങി വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ അവൻ സമതിൻ്റെ നേരെ തിരിഞ്ഞു. ഉപ്പ, ഞാൻ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ജ്വല്ലറിയിൽ ബാക്കി പൈസ കൊടുത്ത് വീടുമായിരുന്നല്ലോ, ആ കാശ് വേണമെന്നില്ലായിരുന്നു. അവൻ ഒട്ടൊരു വിഷമത്തോടെ പറഞ്ഞു. നീ എൻ്റെ മോനല്ലടാ, ഉപ്പ മോനെ നൽകിയതാണെന്ന് കരുതിയാൽ മതി. എന്നാലും വേണ്ടായിരുന്നു. ആ പിന്നെ ഉപ്പ, നമ്മൾ എന്നാണ് നിങ്ങളുടെ നിക്കാഹ് നടത്താൻ കാളിയുടെ അടുത്ത് പോകുന്നത്? അത് മോനെ, ഞാൻ തിരക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? അപ്പോൾ ഉപ്പ എന്നെ മോനായി കണ്ടു എന്ന് പറഞ്ഞതോ? അങ്ങനെയല്ലടാ, ഒരങ്ങനെയുമില്ല.
ഈ ആഴ്ച സന വരുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളുടെ നിക്കാഹ് നടത്തണം. അവൾ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെ വിട്ടാൽ പറ്റൂല. ബൈക്കിലേക്ക് കയറിക്കൊണ്ട് ചെറുചിരിയോടെ അമൻ പറഞ്ഞു. അതിന് മറുപടിയായി സമതൊന്ന് ചിരിച്ചു. അയാൾക്ക് തൻ്റെ മോളിലും മരുമോനിലും അഭിമാനം തോന്നി. തന്നെയും റാബിയയും ഇങ്ങനെ സ്നേഹിക്കുന്ന രണ്ടു മക്കൾ. അയാൾക്ക് മനസ്സ് നിറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ, നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ മോനെ. പിന്നെ എൻ്റെ മോള് പാപമാ. നിനക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും അവളുടെ ഭാഗത്തു നിന്നും വന്നാൽ നീ അത് ക്ഷമിച്ചേക്കണേ. ഉമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. അതെനിക്കറിയില്ല ഉപ്പ. അങ്ങനെ ഒന്നും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ എൻ്റെ പെണ്ണല്ലേ. ഞാനങ്ങ് ക്ഷമിക്കും, പോരെ? അത് മതി. നിങ്ങൾ രണ്ടാളും നന്നായി ജീവിക്കുന്നത് കണ്ടാൽ മതി. അങ്ങനെ സലാം പറഞ്ഞുകൊണ്ടവർ അന്നത്തേക്ക് പിരിഞ്ഞു. ബൈക്കിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ അമൻ ചിന്തിച്ചത് മുഴുവൻ സനുവിനെക്കുറിച്ചായിരുന്നു. അവൾ എന്തായാലും ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യില്ല. താൻ അങ്ങോട്ട് മെസ്സേജെങ്കിലും അയച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇതുവരെയും ഒരാളെ പ്രണയിച്ചിട്ടില്ല. ആ ഫീലിങ്സ് അറിയില്ല. പക്ഷേ അവളോട് വല്ലാത്തൊരു ആരാധനയാണ് മനസ്സിൽ. അവളോട് ഒത്തിരി സംസാരിക്കാൻ കൊതി തോന്നുന്നുണ്ട്. ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഉമ്മി രാവിലെ പറഞ്ഞതുപോലെ എൻ്റെ പെണ്ണല്ലേ. അവൾ എന്ത് കരുതാനാണ്. ഇന്ന് എന്തായാലും അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യണം. അവൻ ഉറപ്പിച്ചു. അവൾ രാവിലെ തന്ന ആ പുഞ്ചിരി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. അതവൻ്റെ ചുണ്ടിലേക്കും പടർന്നു. വൈകുന്നേരം കോളേജ് വിട്ട് ഹോസ്റ്റലിലെത്തിയ സനു കുളിയും നിസ്കാരവും ചായകുടിയും കഴിഞ്ഞ് ഫോണുമായി കട്ടിലേക്ക് വീണു. ആദ്യം തന്നെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. മിസ്സിസ് അമൻ എന്ന പേരിലാണ് അക്കൗണ്ട് എടുത്തത്. അങ്ങനെ ആദ്യം തന്നെ അമൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അവൻ അതിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് എല്ലാം അവൾ തൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു. അപ്പോഴാണ് ഫോണിലേക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നത്. അവൾ വേഗം തുറന്നു നോക്കി. മൈൻ എന്നെഴുതിയ നമ്പറിൽ നിന്നാണ്. അവളുടെ മനസ്സൊന്ന് തുടിച്ചു. അമനാണ് മെസ്സേജ് അയച്ചത്. ഹായ്. അതിനവൾ മറുപടി അയച്ചു. ഹായ്. കോളേജിൽ നിന്ന് വന്നോ? ഓ, റൂമിലെത്തി. പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, നല്ല വിശേഷം. ഇക്കാക്കോ? ഓഫീസിൽ നിന്ന് വന്നോ? ആദ്യമായിട്ടല്ലേ നേരിട്ട് സംസാരിക്കുന്നത്? നല്ല സ്റ്റാർട്ടിംഗ് ഡബിൾ 2 പേരും ഫേസ് ചെയ്യുന്നുണ്ട്. ഓ, ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി. ഉപ്പയും ഞാനും കൂടി ജ്വല്ലറിയിൽ കയറി ഉമ്മയ്ക്ക് വേണ്ടി മഹർ വാങ്ങി. അത് കേട്ടപ്പോൾ അവൾക്ക് ആവേശമായി. ആഹാ, എന്നിട്ട് എന്നാ കല്യാണം? അത് ഉപ്പ എന്തെങ്കിലും പറഞ്ഞോ? ഉപ്പ ഒന്നും പറഞ്ഞില്ല. പക്ഷേ നീ ഈ ആഴ്ച വരുമ്പോൾ വേണമെന്ന് ഞാൻ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് നല്ലത്. അവൾക്കെന്തോ സന്തോഷം തോന്നി. താങ്ക്സ്. എന്തിനാ താങ്ക്സ്? എന്നെയും ഉപ്പയെയും ചേർത്ത് പിടിക്കുന്നതിൽ. പിന്നെ നിക്കാഹിൻ്റെ ഫോട്ടോ കണ്ടോ? ആ, കണ്ടു. ഇഷ്ടായി. നിനക്ക് നിക്കാഹ് മുടങ്ങിയതിൽ സങ്കടമുണ്ടോ? അവൻ ചെറിയൊരു സങ്കോചത്തോടെയാണ് ചോദിച്ചത്. അവൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് ചിരി പൊട്ടി. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.